ഞാനൊരു ഫിസിക്സ് അധ്യാപകനാണ്. ഒരുപക്ഷെ നിങ്ങൾ കുറച്ച് പേർക്കെങ്കിലും ഇത് അറിയാമായിരിക്കും. പഠിപ്പിക്കുന്നത് ഫിസിക്സാണ്. ഫിസിക്സുകാർക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു വാക്കാണ് എനർജി എന്ന് പറയുന്നത്. പക്ഷേ നമ്മുടെ നാട്ടിലെ ആളുകൾക്ക് എനർജി എന്ന് പറയുന്ന വാക്ക് വേറെ പല അർത്ഥത്തിലുമാണ് ഉപയോഗിക്കാറ്. നിരവധിയായ യൂട്യൂബ് വീഡിയോകളും മറ്റ് എഴുത്തുകളും ഒക്കെയാണ്. അതായത് ഈ നെഗറ്റീവ് എനർജി നമ്മുടെ വീടുകളിൽ നിറയുന്നു, ഓഫീസുകളിൽ നിറയുന്നു. അത് കാരണം നമ്മൾക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നു. ഇതെങ്ങനെ ഒഴിവാക്കാം, കല്ലുപ്പ് വെച്ച് എങ്ങനെ നെഗറ്റീവ് എനർജി വലിച്ചെടുക്കാം, ഇതൊന്നും അങ്ങനെ ചെറിയ ചെറിയ ഫ്രിഞ്ച് ഗ്രൂപ്പുകളല്ല, വലിയ വ്യൂവർഷിപ്പുള്ള ചാനലുകളും മെയിൻ സ്ട്രീം മീഡിയയും ഒക്കെ ആഘോഷിക്കുന്ന വിഷയമാണ് നെഗറ്റീവ്. നിങ്ങൾ വെറുതെ ഗൂഗിളിൽ ചെന്നിട്ട് നെഗറ്റീവ് എനർജി എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഈ നെഗറ്റീവ് എനർജിയെക്കുറിച്ച് സയൻറ്റിഫിക്കായിട്ട് വിശദീകരിക്കുന്ന, നെഗറ്റീവ് എനർജിയെ വലിച്ചെടുത്ത് കളയാനുള്ള ടെക്നിക്സും ടൂൾസും ഇതിലെവിടെ ഓർത്തുണ്ടല്ലോ. പല ടെക്നിക്സ്, 7 ലളിത മാർഗങ്ങൾ ഇവിടെ എഴുതിയിട്ടുണ്ട്. വീട്ടിലെ നെഗറ്റീവ് എനർജി. അപ്പോൾ നമ്മളിൽ ഒരുപാട് പേര് ഈ വാക്കുകളപ്പോൾ ഉപയോഗിക്കാറുണ്ട്. ഇവിടെ ഒരു നെഗറ്റീവ് എനർജിയാണ്, അതുപോലെ ഈ മൊത്തത്തിൽ പോസിറ്റീവ് ഉണ്ടെങ്കിൽ ഒരു നെഗറ്റീവ് ഉണ്ടാവുമല്ലോ, ഇങ്ങനെ പറയുന്നു. ഇങ്ങനെ അതിനെ റാഷണലൈസ് ചെയ്യുന്ന ആളുകളൊക്കെ. അപ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും ആ ചോദ്യം ചോദിക്കേണ്ടതുണ്ട്, വാട്ട് ഈസ് എനർജി? ഈ ചോദ്യത്തിൻ്റെ ഉത്തരവാണ് അല്പം നിരാശപ്പെടുത്തുന്നത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ ബേസിക് ആയിട്ടുള്ളൊരു വാക്കാണ് എനർജി. KSEBയെ സംബന്ധിച്ച് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. KSEB എനർജി ആണല്ലോ കൈകാര്യം ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ കുട്ടിക്കാലം മുതലേ കുട്ടികളെ പഠിപ്പിക്കുന്ന വാക്കാണ് ഊർജ്ജം എന്താണ്, ഊർജ്ജം സംരക്ഷിക്കുന്നതിൻ്റെ ആവശ്യകത എന്താണ്. കുറച്ചുകൂടെ വലുതാകുമ്പോൾ കുട്ടി പഠിക്കുന്നത് ഊർജ്ജ സംരക്ഷണ സിദ്ധാന്തമാണ്, ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി. എനർജിയെ നശിപ്പിക്കാനോ പുതുതായിട്ട് ഉണ്ടാക്കാനോ കഴിയില്ലെന്നും ഒരു രൂപത്തിൽ നിന്നും മറ്റൊരു രൂപത്തിലേക്ക് മാറ്റാനേ സാധിക്കുമെന്നുമാണ് പഠിപ്പിക്കുന്നത്. അതേസമയം വൈകുന്നേരം കുട്ടി കാണുന്നത് സർക്കാരിൻ്റെ പ്രതിനിധികൾ വന്നിട്ട് നമ്മൾ ഊർജ്ജം പാഴാക്കരുത് എന്ന് പറയും. അപ്പം ഈ നശിപ്പിക്കാൻ പറ്റാത്ത ഊർജ്ജം നമ്മളെങ്ങനെ പാഴാക്കും? നമ്മൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? ഇപ്പോൾ ഫാൻ വെറുതെ കറങ്ങുന്നു, ഊർജ്ജം നശിക്കുമല്ലോ, ഊർജ്ജം എവിടെയെങ്കിലുമൊക്കെ തന്നെ കാണുമല്ലോ. അത് ഈ ടെക്സ്റ്റ് ബുക്കിൽ നിന്നും ലൈഫിലേക്ക് വരുമ്പോൾ ഒരു വ്യത്യാസമാണ്. ഞാൻ ഈ നിരാശപ്പെടുത്തുന്ന ഉത്തരം എന്ന് പറഞ്ഞത് വളരെ ബേസിക് എന്ന് പറയുമെങ്കിലും എനർജി എന്ന് പറയുന്ന വാക്ക് ഫിസിസിസ്റ്റിൻ്റെ കണ്ണിൽ തീരെ ലളിതമായിട്ടുള്ളൊരു വാക്കല്ല. കാരണം അതിൻ്റെ അർത്ഥം വേറെ ആളെ പറഞ്ഞ് കൺവിൻസ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമ്മൾ സ്വാഭാവികമായിട്ടും വിചാരിക്കും നമ്മൾ സ്കൂളിൽ ആദ്യം പഠിക്കുന്ന സങ്കല്പങ്ങൾ, സയൻസിൽ ആദ്യം ഉണ്ടായ സങ്കല്പങ്ങളും നമ്മൾ ഹയർ എഡ്യൂക്കേഷനിൽ എത്തുമ്പോൾ മാത്രം പഠിക്കുന്ന കാര്യങ്ങൾ കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ട് അടുത്തിടെ കണ്ടെത്തിയ കാര്യങ്ങളുമാണെന്നൊരു ധാരണ ഒരുപാട് പേര് കൊണ്ടു നടക്കുന്നു. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ സ്കൂളിൽ ആദ്യം പഠിപ്പിക്കുന്ന വിഷയങ്ങളിൽ എന്താണ് ഊർജ്ജം, പ്രവൃത്തി ചെയ്യാനുള്ള കഴിവാണ്, എബിലിറ്റി ടു ഡു വർക്ക്, കപ്പാസിറ്റി ടു ഡു വർക്ക് എന്നാണ് ഫിസിക്സ് ക്ലാസ്സിൽ ഊർജ്ജത്തെ അവതരിപ്പിക്കുന്നത്. പക്ഷേ ഈ വർക്ക് എന്താണെന്ന് അടുത്ത അധ്യായത്തിൽ പഠിക്കുമ്പോൾ പറയും അത് ഊർജ്ജത്തിൻ്റെ മറ്റൊരു രൂപമാണ്. നമ്മുടെ ടീച്ചേഴ്സിൻ്റെ ഭാഗ്യമെന്നോ നിർഭാഗ്യമെന്നോ വിളിക്കാം, കുട്ടിക്ക് ഇതൊന്നും മനസ്സിലാവാത്തതുകൊണ്ട് ഇതിനകത്ത് പ്രത്യേകിച്ച് പൊരുത്തക്കേടൊന്നും ചൂണ്ടിക്കാണിക്കുകയോ ടീച്ചറെ ക്വസ്റ്റ്യൻ ചോദിച്ച് ബുദ്ധിമുട്ടിക്കുകയോ ചെയ്യാറില്ല. പക്ഷേ വർക്ക് ചെയ്യാനുള്ള കഴിവാണ് ഊർജ്ജം എന്ന് പഠിപ്പിച്ചിട്ട് വർക്ക് എന്ന് പറഞ്ഞാൽ ഊർജ്ജം തന്നെയാണെന്ന് അടുത്ത അധ്യായത്തിൽ പഠിപ്പിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ പ്രതീക്ഷിക്കേണ്ടത് കുട്ടി അതിലൊരു പ്രോബ്ലം കണ്ടത് അതെങ്ങനെ ശരിയാവും, നിങ്ങൾ ലൂപ്പിൽ കറങ്ങുകയാണല്ലോ. അതാണ് ഞാൻ പറഞ്ഞത്, ഊർജ്ജം ഇത് രണ്ടും ശരിയാണ്. ഫിസിക്സിൽ വർക്ക് എന്ന് പറയുന്ന സംഗതി അളക്കുന്നത് ജൂളിലാണ്, ഊർജ്ജത്തിൻ്റെ യൂണിറ്റും ജൂളാണ്. അതുപോലെ ഊർജ്ജം ചെലവാക്കുന്ന നിരക്ക്, ഒരു സെക്കൻഡിൽ എത്ര ഊർജ്ജം ചെലവാക്കുന്നുണ്ടെന്ന് പറയുന്നത് വാട്ട്സ് എന്ന് പറഞ്ഞ ഇതിലാണ് പറയുന്നത്. അത് ജെയിംസ് വാട്ട് എന്ന് പറയുന്ന ആളുടെ പേരിലാണ് അത് അറിയപ്പെടുന്നത്. അതിന് മുമ്പ് ഊർജ്ജത്തിന് വേറൊരു യൂണിറ്റ് ഉപയോഗിച്ചിരുന്നു, ഹോഴ്സ് പവർ. ആ ഹോഴ്സ് പവർ എന്ന് പറയുന്ന യൂണിറ്റ് കൊണ്ടുവരുന്നത് ജെയിംസ് വാട്ടാണ്. ജെയിംസ് വാട്ടാണ് ആദ്യമായിട്ട് സ്റ്റീം എഞ്ചിൻ ഉണ്ടാക്കുന്നത്. സ്റ്റീം എഞ്ചിൻ ഉണ്ടാക്കിയിട്ട് പുള്ളി അത് മാർക്കറ്റ് ചെയ്യുമ്പോൾ പുള്ളി ഉപയോഗിച്ചത് ഇത്ര കുതിരകൾ ചെയ്യുന്ന ജോലി ഈ ഒറ്റ സ്റ്റീം എഞ്ചിൻ ചെയ്യും. അതുകൊണ്ട് പുള്ളിയുടെ എഞ്ചിൻ്റെ പവറിനെ പുള്ളി ഹോഴ്സ് പവറിലാണ് അവതരിപ്പിക്കുന്നത്. കാലത്തിൻ്റെ കാവ്യനീതി എന്നൊക്കെ പറയുന്ന പോലെ ഹോഴ്സ് പവർ എന്ന് പറയുന്ന യൂണിറ്റ് മാറ്റിയിട്ട് എനർജിക്ക് ജെയിംസ് വാട്ടിൻ്റെ പേരിട്ട് കൊടുക്കും. അത് ഊർജ്ജത്തിൻ്റെ ചരിത്രം. പക്ഷേ ഇതൊക്കെ സംഭവിക്കുന്നത് 19ാം നൂറ്റാണ്ടിലാണ്. കഷ്ടിച്ച് 100-200 വർഷത്തെ പഴക്കമേ ഉള്ളൂ. പക്ഷെ ഊർജ്ജം എന്ന് പറയുന്ന വാക്ക് ആൾക്കാർ പണ്ട് പല രീതിയിൽ എന്താ ഈ സാധനം, എന്തെങ്കിലുമൊക്കെ പ്രവൃത്തി നടക്കുമ്പോഴാണ് അവിടെ ഊർജ്ജം ഉണ്ടാകുന്നത്, എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ആക്ടിവിറ്റി നടക്കുമ്പോൾ ഊർജ്ജം ഉണ്ടാകുന്നു എന്ന് കരുതിയിരുന്നൊരു സമയമുണ്ട്. അരിസ്റ്റോട്ടിലാണ് എനർജി എന്ന് പറയുന്ന വാക്ക് ആദ്യമായിട്ട് ഉപയോഗിക്കുന്നത്. അതിനുശേഷം ഒരു 17ാം നൂറ്റാണ്ടൊക്കെ എത്തിയപ്പോൾ അത് നമ്മുടെ റെനെ ദെക്കാർത്തെ എന്ന് പറയുന്ന കക്ഷി ഇതൊരു ലൈഫ്, ഒരു ലിവിങ് ഫോഴ്സ് ആണ്, എന്തോ ഒരു ഐറ്റം അവിടെ ഉണ്ട് എന്ന രീതിയിൽ അതിനെ അവതരിപ്പിച്ചു. അതും കഴിഞ്ഞ് കുറച്ചുകൂടെ കഴിഞ്ഞപ്പോൾ
ഈ സാധനം നമ്മൾ നേരത്തെ പറഞ്ഞു ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി, ഇതിനെ പുതുതായിട്ട് ഉണ്ടാക്കാൻ കഴിയില്ലെന്നും ഉള്ളത് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാനേ കഴിയുള്ളൂ എന്നൊക്കെയുള്ള സിദ്ധാന്തങ്ങൾ വന്നു. തോമസ് യങ്, ഹെം ഹോൾസ്, ഇങ്ങനെ കുറേ പേരുകളുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ പറഞ്ഞു വരുന്നത് ഈ ഊർജം എന്ന് പറയുന്ന ഐഡിയ അങ്ങനെ ഒറ്റയടിക്ക് അവതരിപ്പിക്കപ്പെട്ടതല്ല. പ്രത്യേകിച്ച് ഫിസിക്സിന്റെ പിതാവെന്ന് പറയുന്ന അറിയപ്പെടുന്ന, അങ്ങനെ പരിഗണിക്കപ്പെടുന്ന ഐസക് ന്യൂട്ടൺ അദ്ദേഹത്തിൻ്റെ ഫിസിക്സിലെ സെമിനലായിട്ടുള്ള പല കാര്യങ്ങളും പല സിദ്ധാന്തങ്ങളും അവതരിപ്പിക്കുമ്പോൾ ഊർജം എന്ന് പറയുന്നൊരു ഐഡിയ എങ്ങും ഉപയോഗിച്ചിട്ടില്ല. കാരണം അന്ന് ഊർജം എന്ന് പറയുന്ന വാക്കിനോ ആ ഐഡിയയ്ക്കോ ഇന്ന് കാണുന്നൊരു പോപ്പുലാരിറ്റി സയൻസിലില്ല. അതില്ലാതെ തന്നെ ഒരുപാട് കാര്യങ്ങൾ വിശദീകരിക്കപ്പെട്ടിട്ടുണ്ട്. അതിന് ശേഷമാണ് 1800s ആയതിനു ശേഷമാണ് ഈ വാക്ക് വരികയും അതിനകത്തും ശരിക്കും ആ വാക്കിനൊരു സോളിഡ് ഫോമൊക്കെ വരുന്നതിന് പിന്നിൽ ഒരു കൊമേഴ്സ്യൽ റീസണാണ് ഉണ്ടായിരുന്നത്. കാരണം അന്ന് ഊർജ്ജമായിട്ട് ബന്ധപ്പെട്ട ഗവേഷണങ്ങളെല്ലാം നടന്നിരുന്നത് നേരത്തെ പറഞ്ഞതുപോലെ മനുഷ്യ അധ്വാനം കൊണ്ടും കാളയോ കുതിരയോ പോലുള്ള മൃഗങ്ങളുടെ അധ്വാനം കൊണ്ടും ചെയ്യുന്ന പ്രവൃത്തി എങ്ങനെ മറ്റൊരു രീതിയിൽ മെഷീനുകളെ കൊണ്ട് ചെയ്യിക്കാം എന്ന ഉദ്ദേശത്തോടു കൂടിയുള്ള ഗവേഷണങ്ങളാണ് ഊർജം എന്ന് പറയുന്ന വാക്കിന് ഇന്ന് പറയുന്ന ഒരു സോളിഡ് നേച്ചർ കൊണ്ടുവരുന്നത്. സാദി കാർനോട്ട് എന്ന് വിളിക്കുന്നൊരു കക്ഷി കാർനോസ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്ന പ്രിൻസിപ്പിൾ കണ്ടുവരിക. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഇന്നും ഇന്റേണൽ കമ്പസ്റ്റൻ എഞ്ചിനും ഒക്കെ പ്രവർത്തിപ്പിക്കുന്നത്. കാരണം കോളറ വന്ന് മരിച്ചുപോയ ആളാണ്. അദ്ദേഹത്തിൻ്റെ ചെറുപ്പക്കാരന് 10-25 വയസ്സ് 26 വയസ്സിനുള്ളിലാണ് അത് കണ്ടുപിടിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ കുറേ വർക്കുകൾ അന്ന് കോളറ വരുന്ന ആൾക്കാരെ അവരുടെ ബിലോങ്ങിങ്സ് ചേർത്താണ് ദഹിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ ആ കൂട്ടത്തിൽ പുള്ളിയുടെ കുറേ വർക്ക് നഷ്ടപ്പെട്ടു പോയി എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ചെറുപ്പത്തിൻ്റെ ആ ഒരു ഊർജ്ജസ്വലത കൊണ്ട് തന്നെ അദ്ദേഹം നമുക്കറിയാത്ത ഒരുപാട് കാര്യങ്ങൾ പിന്നെയും കണ്ടുപിടിച്ചിട്ടുണ്ടാകും നമ്മൾ കരുതുന്നു. ഞാൻ പറയുന്നത് അതിനുശേഷം അങ്ങനെയാണ് ഊർജ്ജം എന്ന് പറയുന്ന വാക്കിന് ആ ഒരു സോളിഡ് സ്വഭാവം കൈവരുന്നത്. ആ സോളിഡ് സ്വഭാവം നഷ്ടപ്പെടുന്നൊരു സംഭവമാണ് ആൽബർട്ട് ഐൻസ്റ്റൈൻ മാസ് എനർജി ഈക്വലൻസ് എന്ന് പറയുന്ന സിദ്ധാന്തം അവതരിപ്പിക്കുമ്പോൾ സംഭവിക്കുന്നത്. അതായത് മാസ് ഈസ് ഈക്വൽ ടു എനർജി. അതുവരെ ആളുകളുടെ കയ്യിൽ ഒരു സോളിഡ് സംഗതി ഉണ്ടാവും. ഓക്കെ, ഊർജ്ജം ഇങ്ങനെയാണ്, മറ്റ് മാസ് ഉള്ളതാണ് നമ്മൾ കാണുന്ന വസ്തുക്കളും നമ്മളും ജീവികളും എല്ലാം മാസ് ഉള്ള വസ്തുക്കളാണ്. പക്ഷെ ഈ മാസും എനർജി തന്നെയാണ് എന്ന സിദ്ധാന്തം വന്നപ്പോൾ സത്യത്തിൽ ഊർജം എന്ന് പറയുന്നത് എന്താണെന്ന ചോദ്യത്തിനുള്ള ഉത്തരം കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആവുകയാണ് ചെയ്തിട്ടുള്ളത്. ഞാനിപ്പോൾ നിങ്ങളുടെ മനസ്സിൽ സിമ്പിളായിട്ടിരുന്നൊരു വാക്കിനെ കോംപ്ലിക്കേറ്റഡ് ആക്കുകയാണ് ചെയ്തത്. പൊതുവിൽ ശാസ്ത്ര പ്രഭാഷകരുടെ ഉദ്ദേശമായിട്ട് പറയപ്പെടുന്നത് കോംപ്ലക്സ് ആയിട്ടുള്ള സയൻസിനെ ലളിതമാക്കി അവതരിപ്പിക്കുക എന്നുള്ളതാണ്. ഞാനിപ്പോൾ അതിൻ്റെ നേരെ റിവേഴ്സാണ് ചെയ്തിരിക്കുന്നത്, നമ്മുടെ മനസ്സിലിരിക്കുന്ന ആശയം. പക്ഷേ എനിക്ക് അതിനുള്ള ജസ്റ്റിഫിക്കേഷൻ എന്ന് പറയുന്നത് സിമ്പിൾ അല്ലാത്ത കാര്യങ്ങൾ സിമ്പിളായിട്ട് വിചാരിച്ചിരിക്കുന്നതിനേക്കാൾ നല്ലത് അത് കോംപ്ലക്സ് ആണ് എന്നുള്ള ധാരണ മനസ്സിൽ വെക്കുക എന്നുള്ളതാണ്. പക്ഷെ നമുക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയുന്നത് നമുക്ക് പല രീതിയിൽ പല മാനിഫെസ്റ്റേഷൻസ് സാധ്യമാണ് ഊർജ്ജത്തിന്. ഊർജ്ജം പല രീതിയിലാണ് നമ്മൾ കൈകാര്യം ചെയ്യുന്നത്. ഇപ്പോൾ ഒരു വസ്തു നീങ്ങിപ്പോവുകയാണ്, ചലിച്ചുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ചലനം കാരണം അതിന് കുറച്ച് ഊർജ്ജം കിട്ടും. അതിനെയാണ് നമ്മൾ പൊതുവെ കൈനറ്റിക് എനർജി എന്ന് വിളിക്കുന്നത്. അതേസമയം അത് വേറെ ഏതെങ്കിലും ഒരു ബലത്തെ എതിർത്തുകൊണ്ട് ഒരിടത്ത് തിരിക്കുകയാണെങ്കിൽ ആ സ്ഥാനം മതി അതിനൊരു ഊർജ്ജം കിട്ടും. ഞാൻ ഈ താഴെ ഇരിക്കുന്ന ഒരു വസ്തുവിനെ എടുത്ത് ഉയർത്തി വെച്ചാൽ ഈ ഉയർത്തണം എന്നുണ്ടെങ്കിൽ ഗ്രാവിറ്റിക്ക് എതിരെ പ്രവർത്തിക്കും. അപ്പോൾ ഉയർത്തി വെക്കുക എന്ന് പറയുന്നത് തന്നെ ഗ്രാവിറ്റിയെ ചലഞ്ച് ചെയ്യുന്നൊരു പരിപാടിയാണ്. അങ്ങനെ ചലഞ്ച് ചെയ്താൽ നിങ്ങൾ അതിനെ കുറച്ച് ഊർജം കൊടുക്കുന്നുണ്ട്. ഞാൻ ഈ ഗ്ലാസ്സിനെടുത്ത് അങ്ങോട്ട് നീക്കി വെച്ചാൽ ഗ്രാവിറ്റി എതിർക്കുന്നില്ല, ഒരേ ഹൈറ്റിലാണ്, അതിന് ആ ഊർജ്ജം കിട്ടില്ല. ഉയർത്തി വെച്ചാൽ ഊർജ്ജം, അത് താഴെ ഇരിക്കുന്ന ഒരു വസ്തുവിനില്ലാത്ത ഒരു സംഹാരശേഷി മുകളിലിരിക്കുന്ന ഒരു വസ്തുവിന് വരുന്നത് അതുകൊണ്ടാണ്. 10ാം നിലയുടെ മുകളിൽ നിന്ന് ഒരു ചെറിയ കോയിൻ വീണാൽ മതി, ചിലപ്പോൾ നമുക്കത് മരണകാരണമായേക്കാം. അത് അതിൻ്റെ ഊർജ്ജം കൊണ്ട് സംഭവിക്കുന്നതാണ്. അതുപോലെ ഹീറ്റ് എനർജി, തെർമൽ എനർജി എന്ന് വിളിക്കുന്നത്, അത് വസ്തുക്കളുടെ സൂക്ഷ്മതലത്തിൽ അവയെ നിർമ്മിക്കാൻ ഉപയോഗിച്ചിരിക്കുന്ന കണികകളുടെ അടിസ്ഥാനത്തിൽ കിട്ടുന്നതാണ്. നിങ്ങൾ ചൂടാക്കുമ്പോൾ അകത്തിരിക്കുന്ന കണികകളെല്ലാം കൂടുതൽ ബലത്തിൽ ചലിക്കാൻ തുടങ്ങും, കൂടുതൽ വേഗത്തിൽ ചലിക്കാൻ തുടങ്ങും. അത് ഒരടിസ്ഥാനത്തിൽ നേരത്തെ പറഞ്ഞ കൈനറ്റിക് എനർജി തന്നെയാണ്. പക്ഷെ നമ്മളതിനെ ഒരു മാക്രോസ്കോപ്പിക് ആയിട്ട് കാണുമ്പോൾ അത് നമ്മളത് ഹീറ്റായിട്ട് അനുഭവിക്കുന്നതേ ഉള്ളൂ. പിന്നെ കെമിക്കൽ എനർജി എന്ന് പറയുന്ന സംഗതി നമ്മൾ വിറക് കത്തിക്കുമ്പോഴോ പെട്രോൾ കത്തിക്കുമ്പോഴോ ഒക്കെ സംഭവിക്കുന്നത് ആ പെട്രോളെന്നോ വിറകെന്നോ വിളിക്കുന്ന വസ്തുവിലുള്ള ചില കെമിക്കൽ ബോണ്ടുകളുണ്ട്. അത് ഓക്സിജന്റെ സാന്നിധ്യത്തിൽ ബ്രേക്ക് ചെയ്ത് പുതിയ രാസ സംയുക്തങ്ങൾ ഉണ്ടാകുമ്പോൾ ആ പുതുതായിട്ടുണ്ടാകുന്ന രാസവസ്തുക്കൾക്ക് അത്ര എനർജിയുടെ ആവശ്യമില്ല. അപ്പോൾ അതുകൊണ്ട് പഴയ വസ്തുക്കളിലുണ്ടായിരുന്ന കുറച്ച് എനർജി പുറത്തേക്ക് വരും. അതാണ് കെമിക്കൽ എനർജി ആയിട്ട് റിലീസ് ചെയ്യപ്പെടുന്നത്. ഇനി അതുപോലെ നമ്മൾ ലൈറ്റ്, ഈ ട്യൂബ് ലൈറ്റിൽ നിന്നൊക്കെ വരുന്ന പ്രകാശം അടിസ്ഥാനപരമായിട്ടൊരു ഊർജ്ജ രൂപമാണ്. അതൊരു വൈദ്യുത കാന്തിക തരംഗം അല്ലെങ്കിൽ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്, ഇതും ഒരു ഊർജ്ജ രൂപമാണ്. ഇനി ന്യൂക്ലിയർ എനർജി എന്ന് പറയുന്നത് സാധാരണഗതിയിൽ മനുഷ്യന് ആക്സസബിൾ അല്ലാത്ത സൈസിൽ ആറ്റങ്ങളുടെ വളരെ ഉള്ളിൽ
വളരെ ചെറിയ എന്ന് പറഞ്ഞാൽ ഒരു 0.00 എന്ന് പറഞ്ഞാൽ നിങ്ങളൊരു 14 പൂജ്യം ഇട്ടിട്ട് ഒരു ഒന്നുകൂടി ഇട്ട് കഴിഞ്ഞാൽ എത്ര ഉണ്ടോ അത്രയും മീറ്റർ മാത്രം വലിപ്പമുള്ള ഏരിയയിൽ പ്രവർത്തിക്കുന്ന എന്നാൽ അതിശക്തമായ ചില ന്യൂക്ലിയർ ബലങ്ങൾ അവിടെ പ്രവർത്തിക്കുന്ന ഊർജ്ജമാണ്. അത് നിങ്ങൾക്ക് പെട്രോളിൻ്റെയോ അല്ലെങ്കിൽ കൽക്കരിയുടെയോ ഒക്കെ അളവ് നോക്കിയിട്ട് അതിൽ നിന്ന് എത്ര എനർജി കിട്ടും എന്ന് കണക്കാക്കിയാൽ കിലോ കണക്കിന് ടൺ കണക്കിന് കൽക്കരി കത്തിച്ചാൽ ഉണ്ടാകുന്ന ഊർജ്ജം ചിലപ്പോൾ ഒരു പാരസെറ്റമോളിൻ്റെ വലിപ്പമുള്ള ഒരു യുറേനിയം സാമ്പിളിൽ നിന്നും നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയേക്കും. അത് അത്രയും കണ്ടൻസ്ഡ് രൂപത്തിലിരിക്കുന്ന ഊർജ്ജമാണ്. അപ്പം നമുക്ക് ഈ ഊർജ്ജം എല്ലാം ഒരു രീതിയിൽ നിന്നും മറ്റൊരു രീതിയിലേക്ക് സ്വതന്ത്രമാക്കാനും ഒക്കെ സാധിക്കും. പിന്നെ KCBയുടെ കാര്യത്തിൽ ഈ ഊർജ്ജം പാഴാക്കൽ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വേറൊരു പ്രകൃതി നിയമമാണ്. നിങ്ങൾക്ക് ആ ഊർജ്ജത്തെ യൂസ്ഫുൾ ആയിട്ട് ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ അത് ഡയറക്റ്റഡ് ആയിരിക്കണം, ഏതെങ്കിലും ഒരു ദിശയിൽ അതിനെ കൊണ്ടുപോകാൻ പറ്റണം. പക്ഷേ വൈദ്യുതി കമ്പിയിലൂടെ ഒഴുകി വരുമ്പോൾ അത് പല ദിശയിലേക്ക് ഹീറ്റായിട്ട് സ്പ്രെഡ് ചെയ്ത് പോകും. തെർമൽ എമിഷൻ ലോസ് എന്ന് പറയുന്ന സംഗതി, ട്രാൻസ്മിഷൻ ലോസ് എന്ന് പറയുന്നത്, അത് ഹീറ്റായിട്ട് പുറത്തേക്ക് പോവുകയാണ്. അതിനൊരു ദിശയില്ല, അത് പല ദിശകളിലേക്ക് ചിതറുകയാണ്. ഊർജ്ജം കൺസേർവ്ഡ് ആണ്. നിങ്ങൾ അതിന് ചുറ്റുമുള്ള വൈദ്യുത കമ്പിക്ക് ചുറ്റുമുള്ള വായുവിന് കിട്ടുന്ന കുറച്ച് ഹീറ്റ് എനർജി എല്ലാം കൂടെ അക്കൗണ്ട് ചെയ്ത് കഴിഞ്ഞാൽ ഊർജ്ജം അവിടെ തന്നെ ഉണ്ട്. പക്ഷേ അത് പല ദിശയിലേക്ക് ചിതറിപ്പോകുന്നതുകൊണ്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. ഇത് പ്രകൃതിയുടെ ഒരു അടിസ്ഥാന സ്വഭാവമാണ്. ഇപ്പോൾ ഒരു തെങ്ങിൽ നിന്ന് ഒരു തേങ്ങ താഴേക്ക് വീണ് കഴിഞ്ഞാൽ അത് താഴെ മഴക്കാലമാണല്ലോ, ചെളിവെള്ളത്തിൽ വീണ് കഴിഞ്ഞാൽ ചെളിവെള്ളം 4 ഭാഗത്തേക്കും തെറിക്കും, വെള്ളത്തിൽ വരുന്ന സൗണ്ട് കേൾക്കും. സൗണ്ട് എനർജിയാണ്. വെള്ളത്തുള്ളികളുടെ ചലനം കൈനറ്റിക് എനർജിയാണ്. വേറെ എന്തെങ്കിലും ഒരു സോളിഡ് വസ്തുവിലാണ് വീഴുന്നത്, ചിലപ്പോൾ അത് ഇത്തിരി ചൂടാവും, ഹീറ്റ് എനർജി ഉണ്ടാവും. പക്ഷേ ഒരു കാലത്തും ചെളിവെള്ളത്തിൻ്റെ തുള്ളികൾ ഒരുമിച്ച് വന്ന് തേങ്ങയെ പൊക്കി തെങ്ങിലേക്ക് എത്തിക്കത്തില്ല. ഊർജ്ജം കൺസേർവ്ഡ് ആണ്, പക്ഷേ ചിതറിപ്പോകുന്ന ദിശയിലേക്ക് സ്വാഭാവികമായിട്ട് നടക്കും. പല സ്ഥലങ്ങളിൽ നിന്ന് ഒരു സ്ഥലത്തേക്ക് ഒറ്റ ദിശയിലേക്ക് വരിക എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ട് നടക്കുന്നൊരു പ്രക്രിയയല്ല. ഇതിനെ വിളിക്കുന്നത് ലോ ഓഫ് എൻട്രോപ്പി എന്നാണ്. പൊതുവിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഊർജ്ജത്തെ സംബന്ധിച്ചിട്ടുള്ള സിദ്ധാന്തങ്ങളെല്ലാം വരുന്നത് തെർമോഡൈനാമിക്സ് എന്ന് പറയുന്ന ഈ ഹീറ്റിൽ നിന്നും ഡൈനാമിക്സ്, ഹീറ്റ് ഉപയോഗിച്ച് ചലനവും പ്രവൃത്തിയും എങ്ങനെ ഉണ്ടാക്കാം എന്ന ഗവേഷണങ്ങളാണ്. അങ്ങനെയാണ് ഹീറ്റ് എഞ്ചിൻ ഉണ്ടാക്കാൻ വേണ്ടി നടത്തിയ ഗവേഷണങ്ങളാണ് പ്രകൃതിയിലെ ഊർജ്ജത്തെ സംബന്ധിച്ചിട്ടുള്ള സിദ്ധാന്തങ്ങളെല്ലാം കൊണ്ടുവരുന്നത്. നമുക്ക് ഒരുപാട് കൗതുകരമായിട്ടുള്ള ചോദ്യങ്ങൾ ഇങ്ങനെ സ്വയം ആലോചിക്കാം. നമ്മൾ ചൂട് ചായ തണുപ്പിക്കുന്നതിന് വേണ്ടി ചായ ഗ്ലാസ്സിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മളിങ്ങനെ ആറ്റും. ചോദ്യം ചോദിക്കും, ഞാൻ കുട്ടികളോട് ചോദിക്കുന്ന ചോദ്യമാണ്, ഇങ്ങനെ ആറ്റിക്കൊണ്ടേ ഇരുന്നാൽ അത് ഐസ്ക്രീമിൻ്റെ തണുപ്പിലേക്ക് കൊണ്ടുവരാൻ പറ്റുമോ? കാരണം നിങ്ങൾ തണുപ്പിക്കാമല്ലോ അങ്ങോട്ടും ഇങ്ങോട്ടും ആയി. എവിടെയാണ് ഈ നിൽക്കാൻ പോകും? എവിടെയെങ്കിലും എടുത്ത തണുപ്പ് നിൽക്കുമല്ലോ. അല്ലെങ്കിൽ നിങ്ങൾ ചായ ചൂടാക്കി ചൂട് ചായ എടുത്ത് മേശപ്പുറത്ത് വെച്ചാൽ തണുക്കും, എന്നാൽ തണുത്ത ഐസ്ക്രീം എടുത്ത് വെച്ചാൽ ചൂടാവും. ഇതിനെ ചൂടാക്കണോ തണുപ്പിക്കണോ എന്ന് വായു എങ്ങനെയാണ് തീരുമാനിക്കുന്നത്? നിങ്ങൾ അറ്റ്മോസ്ഫിയറിലേക്ക് ഓപ്പൺ ചെയ്ത് വെക്കുമ്പോൾ ഒന്ന് തണുക്കുന്നു, വേറൊന്ന് ചൂടാവുന്നു. നിങ്ങൾ എന്തടിസ്ഥാനത്തിലാണ് ഒന്നിനെ തണുപ്പിക്കണമെന്നും ഒന്നിനെ ചൂടാക്കണമെന്നും? നമ്മൾ ചിലപ്പോഴും കോമൺ ലാംഗ്വേജിൽ ഉപയോഗിക്കുന്ന ഐസ്ക്രീം വെളി എടുത്ത് വെച്ചാൽ തണുത്തു പോകുന്നതാണ്. അങ്ങനെ പറയാറുണ്ട് ആൾക്കാർ. ഐസ്ക്രീം ഒരുപാട് നേരം വെളി വെച്ചേക്കരുത്, തണുത്തു പോകും. ഐസ്ക്രീം തണുക്കുകയല്ല ചെയ്യുക, ഐസ്ക്രീം ചൂടായി പോകുന്നതുകൊണ്ടാണ് അത് മെൽറ്റാവുക. ഓക്കെ, ഞാനത് ചിന്തിക്കാൻ വേണ്ടി പറഞ്ഞതേ ഉള്ളൂ. നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് വരാം. അപ്പോൾ ഊർജ്ജം എന്ന് പറയുന്ന സംഗതി ഇതുപോലെയാണ്. ഞാൻ പറഞ്ഞു വന്നത് ഊർജ്ജത്തെ നിങ്ങൾക്ക് അങ്ങനെ പെട്ടെന്ന് അങ്ങ് ചൂണ്ടിക്കാണിക്കാൻ പറ്റത്തില്ല. അതിന് പല രൂപത്തിൽ നമ്മൾ ഉപയോഗിക്കുന്നെങ്കിൽ പോലും. ഇനിയുള്ളത് നെഗറ്റീവ് എന്ന് പറയുന്ന വാക്കാണ്. നെഗറ്റീവ് എന്ന് പറയുന്ന വാക്ക് നമ്മൾ പല രീതിയിൽ സയൻസിൽ ഉപയോഗിക്കുന്നു. ഒന്ന് അതിൻ്റെ ദിശ പറയാം. വടക്കോട്ട് പോകുന്ന ചലനത്തെ പോസിറ്റീവായിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ തെക്കോട്ടുള്ള ചലനത്തെ നമ്മൾ നെഗറ്റീവായിട്ട് എടുക്കും, ദിശ സൂചിപ്പിക്കാനും. ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണെങ്കിൽ ഇനി അതുപോലെ നഷ്ടവും ലാഭവും കണക്കാക്കാണ്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു വസ്തുവിൽ കുറച്ച് ഊർജ്ജം നിങ്ങൾ ശേഖരിച്ച് വെച്ചിട്ടുണ്ട്, അത് പുറത്തേക്ക് പോകുകയാണെന്നെ നമുക്ക് എനർജി നഷ്ടമായിട്ട് കണക്കാക്കുകയാണെന്നുണ്ടെങ്കിൽ അകത്തേക്ക് എനർജി ആരെങ്കിലും കൊടുത്താൽ അതിനെ ലാഭമായിട്ട് കണക്കാക്കും. അപ്പോൾ അതിൽ ഒരു എനർജി നമ്മൾ നെഗറ്റീവ് എനർജി ആയിട്ട് കണക്കാക്കും. അതല്ല യൂട്യൂബ് വീഡിയോകളിൽ കാണുന്ന നെഗറ്റീവ് എനർജി, അതൊരു അക്കൗണ്ടിങ് ആണ്. ചില കണികകൾക്ക് ഇപ്പോൾ നമ്മൾ വൈദ്യുതി പ്രവഹിക്കുമ്പോൾ അടിസ്ഥാനപരമായിട്ട് ഇലക്ട്രോണുകളാണ് ഒഴുകി പോകുന്നത്. ചാർജിൻ്റെ ഒഴുക്കാണ് കറണ്ട് എന്ന് ഫിസിക്സിൽ പറയുമെങ്കിലും നമ്മളുടെ ദ്രവ്യം എന്ന് പറയുന്നതിനകത്ത് പോസിറ്റീവ് ചാർജുള്ള ന്യൂക്ലിയസും ആ ആറ്റത്തിൽ ചുറ്റുമുള്ള നെഗറ്റീവ് ചാർജുള്ള ഇലക്ട്രോൺസുമാണ്. ന്യൂക്ലിയസിന് ഒഴുകാൻ പറ്റില്ല, അതുകൊണ്ട് ഇലക്ട്രോൺസ് ആണ് ഒഴുകുക. നമ്മൾ പൊതുവെ കറണ്ട് എന്ന് വിളിക്കുന്നത് ഇലക്ട്രോണുകളുടെ പ്രവാഹമാണ്. പക്ഷേ ചരിത്രത്തിൽ കറണ്ടെന്ന് ആദ്യം വിളിച്ചത്, ഇത് ഇലക്ട്രോണുകളാണ് ഒഴുകുന്നത് കണ്ടുപിടിക്കുന്നതിന് മുമ്പേ കറണ്ടെന്ന സങ്കല്പമുണ്ട്. അന്ന് പോസിറ്റീവ് ചാർജ് ഒഴുകുന്ന ദിശയാണ് കറണ്ടെന്ന് വിളിച്ചത്. പിന്നീടാണ് ഇലക്ട്രോണാണ് ഒഴുകുന്നത് എന്ന് കണ്ടുപിടിച്ചത്. അപ്പോൾ അതുകൊണ്ട് പോസിറ്റീവ് ചാർജ് ഒഴുകുന്ന ഡയറക്ഷനാണ് കറണ്ടിൻ്റെ ഡയറക്ഷനായിട്ട് പൊതുവെ നമ്മൾ പറയാറുള്ളത്. അതിൻ്റെ ഒഴുക്കിനെ സംബന്ധിച്ചാണ് പിന്നീട് ഓംസ് ലോ ഒക്കെ വരുന്നത്. കുട്ടികൾ ഓംസ് ലോ എന്ന് പഠിക്കുന്നത് I = V/R എന്ന് പറഞ്ഞ ഇക്വേഷനാണ്. ഈ ഇക്വേഷൻ ഒന്നും ജോർജ് സൈമൺ ഓം കണ്ടിട്ടില്ല. പുള്ളി കണ്ടുപിടിച്ച ഓംസ് ലോയുടെ ഷേപ്പ് ഇതല്ല. ഇപ്പോൾ കുട്ടികൾ ഡിഗ്രിക്കൊക്കെ എത്തുമ്പോൾ ഫിസിക്സ് കുട്ടികളെ ഓംസ് ലോ ഡിറൈവ് ചെയ്യാനൊക്കെ പഠിപ്പിക്കുക. എന്തുകൊണ്ടാണ് ഓംസ് ലോ ഉണ്ടാകുന്നത്? ആദ്യം അസ്യൂം ചെയ്യുന്നത് തന്നെ ഇങ്ങനെ ഒരു കണ്ടക്ടറിൽ കൂടെ ഇലക്ട്രോൺസ് ഒഴുകുന്നു എന്നാണ്. കാരണം
ഓം ജീവിച്ചിരിക്കുന്ന കാലത്ത് ഇലക്ട്രോൺസിനെ കണ്ടുപിടിച്ചിട്ടില്ല. അത് കുട്ടിക്ക് അറിയാമെങ്കിൽ നമ്മളെ മുള്ളിൽ നിർത്തും. ഭാഗ്യത്തിന് അങ്ങനത്തെ ചോദ്യങ്ങളൊന്നും നമുക്ക് ഫേസ് ചെയ്യേണ്ടി വരുന്നില്ല എന്നേ ഉള്ളൂ. ഞാൻ സന്ദർഭവശാൽ പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ അവിടെ ഇലക്ട്രോണിൻ്റെ ചാർജിനാണ് നെഗറ്റീവ് ചാർജ് എന്ന് വിളിക്കുന്നത്. നെഗറ്റീവ് എന്ന് പറഞ്ഞ വാക്ക് അവിടെ അതിനെ ഉപയോഗിക്കുന്നത്. പക്ഷേ അത് കേൾക്കുമ്പോൾ നമുക്കൊന്ന് ഇലക്ട്രോണിന് എന്തായി നെഗറ്റീവ് ചാർജ് വന്നത്, പ്രോട്ടോണിന് പോസിറ്റീവ് ചാർജ് ആണെന്ന് പറയും. ഇത് ശരിക്കും ഒരു പേര് മാത്രമാണ്, എന്തെങ്കിലും രീതിയിൽ നെഗറ്റീവ് അല്ല. ആ ഇലക്ട്രോണിനുള്ള ചാർജിൻ്റെ സ്വഭാവത്തെ നെഗറ്റീവ് എന്ന് വിളിക്കുന്നതാണ്. അത് നിങ്ങൾക്ക് വേറെ പേരിട്ടാലും പ്രത്യേകിച്ച് വ്യത്യാസമൊന്നുമില്ല. ഇനി പ്രോട്ടോണിനെ നിങ്ങൾക്ക് നെഗറ്റീവ് എന്ന് വിളിക്കണമെങ്കിൽ വിളിക്കാം. അപ്പോൾ അതിനനുസരിച്ചിട്ട് ഇലക്ട്രോണിനെ പോസിറ്റീവ് ആക്കി വിചാരിച്ചോണം. ഫിസിക്സിലെ ഒരു ടെക്സ്റ്റ് ബുക്കും മാറില്ല അങ്ങനെ വിചാരിച്ചാലും. പോസിറ്റീവ് ചാർജുള്ള പ്രോട്ടോൺസിനെ മുഴുവൻ നെഗറ്റീവ് ആക്കുക, ഇലക്ട്രോൺസിനെ മുഴുവൻ പോസിറ്റീവ് ആക്കുക. എല്ലാ സമവാക്യങ്ങളും എല്ലാ നിയമങ്ങളും അതേപടി നിൽക്കും. പറഞ്ഞു തരുന്നത് പേര് മാത്രമാണ്, വിളിപ്പേര് മാത്രമാണ് ആ നെഗറ്റീവ്. അതിന് നമ്മൾ ഉദ്ദേശിക്കുന്ന മോശം എന്ന അർത്ഥമില്ല. പിന്നെ നമുക്കറിയാമല്ലോ, നമ്മളൊരു കോവിഡ് ടെസ്റ്റ് നെഗറ്റീവ് ആണെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? ആ ടെസ്റ്റ് എന്തിനു വേണ്ടിയാണോ നടത്തിയത് അതില്ല. നമുക്കാണെങ്കിൽ ഈ ടെസ്റ്റിനൊക്കെ പൈസ ചിലവാക്കുമ്പോൾ നെഗറ്റീവ് എന്നുണ്ടെങ്കിൽ നമുക്ക് വിഷമമാണ്. ബയോപ്സി ചെയ്തു നെഗറ്റീവ്, കാരണം വെറുതെ ചെയ്തു, ഒന്നും കിട്ടിയില്ല. നമ്മൾ അവിടെ ആ ഒരു നെഗറ്റീവ് അർത്ഥത്തിൽ ആ വാക്ക് ഉപയോഗിക്കുന്നത്. പക്ഷെ അതൊരു പോസിറ്റീവ് വാർത്തയാണ്. ഇനി അഡ്വാൻസ്ഡ് ഫിസിക്സിലേക്ക് പോയി കഴിഞ്ഞാൽ ചില സ്പെഷ്യൽ സാഹചര്യങ്ങളിൽ നമ്മൾ നെഗറ്റീവ് എനർജി എന്ന് പറയുന്ന വാക്ക് തന്നെ ഉപയോഗിക്കും. ഉദാഹരണത്തിന് ഗ്രാവിറ്റി കാരണമുള്ള പൊട്ടൻഷ്യൽ എനർജി നെഗറ്റീവ് ആണെന്ന് പറയും. നമുക്കറിയാമല്ലോ, ഈ ഒരു റോക്കറ്റിനെ നമുക്ക് സ്പേസിലേക്ക് എത്തിക്കണമെങ്കിൽ ഇത്ര ഊർജ്ജം ചിലവാക്കേണ്ടി വരുന്നത് ഗ്രാവിറ്റി ഇതിനെ താഴോട്ട് വലിക്കുന്നതാണ്. അപ്പോൾ ശരിക്കും റോക്കറ്റിന് ഇവിടെ കുറച്ച് എനർജിയുടെ കടമുള്ളതുപോലെ അത് കോമ്പൻസേറ്റ് ചെയ്താലേ മുകളിലേക്ക് പോകാൻ പറ്റും. അതൊരു അട്രാക്റ്റീവ് ഫോഴ്സ് ആയതുകൊണ്ട് ആ എനർജി നെഗറ്റീവാണ് എന്ന് പറയും. അതും മോശം എന്ന അർത്ഥത്തിലുള്ള നെഗറ്റീവ് അല്ല, അതും ഒരു കണക്കുകൂട്ടലിൻ്റെ പ്രശ്നമാണ്. ഗ്രാവിറ്റി കാരണമുള്ള അട്രാക്ഷൻ ഒരു നെഗറ്റീവ് എനർജി പോലെയാണ്. അത് നെഗറ്റീവ് എന്ന് പറയുന്നത് കടം എന്ന അർത്ഥത്തിൽ ഇവിടെ കുറച്ച് എനർജി കൂടെ വന്നാലേ നമുക്ക് സ്റ്റേബിൾ സീറോ എനർജി സ്റ്റേറ്റിലേക്ക് വരാൻ പറ്റും. അതുപോലെ ക്വാണ്ടം ഭൗതികത്തിലും കോസ്മോളജിയിലും ഒക്കെ ചില സിറ്റുവേഷൻസിൽ നമ്മൾ നെഗറ്റീവ് എനർജി ഇത് പറയാറുണ്ട്. ഞാൻ പറഞ്ഞു വന്നത് നെഗറ്റീവ് എനർജി സയൻസിൽ കംപ്ലീറ്റ്ലി ഇല്ലാത്തൊരു ഐഡിയ അല്ല എന്ന് പറയാനാണ്. അങ്ങനെ ഒരു സംഗതിയുണ്ട്. പക്ഷേ അതല്ല നമ്മൾ പൊതുവിൽ ഇവിടേക്ക് വരുമ്പോൾ കാണുന്നത്. ഈ വാക്കുകളൊക്കെ അതേപടി പൊക്കി എടുത്തുകൊണ്ട് വരും, വേറൊരു അർത്ഥത്തിൽ പ്രയോഗിക്കും. പൊതുവെ ഇംഗ്ലീഷിലാണ് വിളിക്കുന്നത് സെമാൻറ്റിക് ബ്ലീച്ചിങ് എന്ന്. അത് വാക്കിനെ മുഖത്ത് പെയിൻ്റൊക്കെ അടിച്ച് വേറൊരു രൂപത്തിലാക്കി, പറക്ക് തളിക സിനിമയിലെ പോലെ ഇതാണ് അമ്മാവൻ്റെ മകൻ എന്ന് പറഞ്ഞതുപോലെ എനർജി എന്ന് പറയുന്ന വാക്കിനെ ഇങ്ങനെ എടുത്ത് നെഗറ്റീവിനെയൊക്കെ എടുത്ത് പെയിൻ്റ് അടിച്ച് വേറെ രൂപത്തിൽ കൊണ്ടുവയ്ക്കുക. അതിൻ്റെ കൂടെ അതിനെ ന്യായീകരിക്കാൻ വേണ്ടി സയൻസിൽ തന്നെ വേറെ കുറേ വാക്കുകളുടെ കൊണ്ടുവരും. ഫ്രീക്വൻസി, വൈബ്രേഷൻ, എൻറ്റാങ്കിൾമെൻറ്റ്, അതായത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഞാൻ ഇത് വെറുതെ ഇതെന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് യൂട്യൂബ് വീഡിയോസ് ഇങ്ങനെ പ്ലേ ചെയ്ത് നോക്കും. ഫിസിക്സ് അധ്യാപനം എന്നതിൽ എനിക്കിത് കാണുമ്പോൾ തോന്നുന്നത് ഒരു കുരങ്ങൻ്റെ കയ്യിലൊരു തോക്ക് കൊടുത്തിട്ട് നമ്മൾ നോക്കി നിൽക്കുന്നതിലാണ്. തോക്ക് വെച്ച് കുരങ്ങൻ ഇങ്ങനെ അവിടെ എവിടെയൊക്കെ മേടിക്കുന്നത്, എങ്ങോട്ടാ പോകുന്നതെന്ന് ആരുടെ നെഞ്ചത്താ കൊള്ളുന്നതെന്നൊന്നും പറയാൻ പറ്റില്ല. വാക്കുകൾ അങ്ങനെ തന്നെ എടുത്ത് പ്രയോഗിക്കുന്നത്. കാരണം ഇവർക്ക് കള്ളൻ ഏത് വഴി വേണമെങ്കിലും ഓടാം, പോലീസുകാരന് പക്ഷേ കള്ളൻ്റെ പറയാതെ തന്നെ ഓടണം എന്നൊരു ചൊല്ലുണ്ടല്ലോ. അപ്പോൾ അവർക്ക് എന്തും പറയാം. അവർക്കിങ്ങനെ സത്യം തന്നെ പറയണമെന്നോ സയൻസ് തന്നെ പറയണമെന്നുള്ള ഒരു ലിമിറ്റേഷൻ ഇല്ല. അവിടെയാണ് ആ പ്രശ്നം. ഇപ്പോൾ ഉദാഹരണത്തിന് റൈസ് യുവർ വൈബ്രേഷണൽ ഫ്രീക്വൻസി ടു റിപ്പൽ നെഗറ്റീവ് എനർജി എന്നൊരാടുത്ത് ഉപദേശം കണ്ടു. ഞാൻ എന്ത് വൈബ്രേഷൻ? നമ്മൾക്ക് നെഗറ്റീവ് എനർജി ഉണ്ട് ഇവിടെ വീട്ടിൽ. നെഗറ്റീവ് എനർജി കാരണം മക്കൾ പരീക്ഷയ്ക്ക് തോറ്റുപോകുന്നു, അല്ലെങ്കിൽ മോളുടെ കല്യാണം നടക്കുന്നില്ല, ഇങ്ങനെയൊക്കെയുള്ള നമുക്കെപ്പോഴും ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ആരുമ്പോഴാണല്ലോ നമ്മൾ ഈ എനർജിയൊക്കെ അന്വേഷിച്ച് പോകുന്നത്. അപ്പോൾ അവരടുത്തുള്ള ഉപദേശമാണ് നമ്മുടെ വൈബ്രേഷണൽ ഫ്രീക്വൻസി നമ്മൾ കൂട്ടണം. എന്തോ ഈ വൈബ്രേഷണൽ ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ എവിടെയെങ്കിലും ഒരു വൈബ്രേഷണൽ മോഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ റേറ്റാണ്, ഒരു സെക്കൻഡിൽ എത്ര തവണ അത് റിപ്പീറ്റ് ചെയ്യുന്നുള്ളതാണ് ഫ്രീക്വൻസി. നമ്മുടെ ശരീരത്തിൽ അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഹാർട്ട് ബീറ്റ് ഒരു തരത്തിൽ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഹാർട്ട് ബീറ്റിനൊക്കെ ഒരു ഒപ്റ്റിമം റേറ്റ് ഉണ്ട്. അത് കൂട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ ചത്തുപോകും. ഡോക്ടർമാരതിന് പല പേര് ടാക്കിക്കാർഡിയ അങ്ങനെ പല പേരുകളൊക്കെ ഇട്ട് വിളിക്കും. ഇത് കുറഞ്ഞാലും പ്രശ്നമാണ്. അപ്പോൾ അത് കൂട്ടാൻ പറ്റില്ല. അതിൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇതിനങ്ങനെ പ്രത്യേകിച്ച് മീനിങ് ഒന്നുമില്ല. വാക്കുകൾ കേൾക്കുമ്പോൾ കൊള്ളാം, ഒരു സുഖമുള്ള വാക്കാണെന്ന് തോന്നും. അതുപോലെ ഈ ക്രിസ്റ്റൽ ഇങ്ങനെ നെഗറ്റീവ് എനർജി അബ്സോർബ് ചെയ്ത് ന്യൂട്രലൈസ് ചെയ്തു. അതിൽ ഒരിടത്ത് പറഞ്ഞേക്കുന്ന ക്രിസ്റ്റൽ സോഡിയം ക്ലോറൈഡ് ക്രിസ്റ്റലാണ്, ഉപ്പ്. അതെടുത്ത് വീട്ടിലൊരു സ്ഥലത്ത് ഇങ്ങനെ വെച്ചിരുന്നാൽ മതി. അത് ഈ നെഗറ്റീവ് എനർജി ഇങ്ങനെ വലിച്ചെടുത്ത് അതിനെ ന്യൂട്രലൈസ് ചെയ്ത് കളയും. അതായത് പരീക്ഷയ്ക്ക് തോക്കുന്ന കൊച്ചിനെ പരീക്ഷയ്ക്ക് ജയിപ്പിക്കാൻ ഉപ്പ് വെച്ചാൽ മതി എന്നാണ് നമ്മൾ കണ്ടെത്തുന്ന കണക്ഷനാണ്. നമ്മൾ സയൻസിൻ്റെ കണ്ണിൽ കൂടെ നോക്കിക്കഴിഞ്ഞാൽ ഒരിടത്ത് നിന്ന് എനർജി ഒബ്സർവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെ ചൂട് കൂടും. അപ്പോൾ ആ ഉപ്പ് ചൂടാകണം. നമുക്ക് വെച്ച് നോക്കാതെ തന്നെ അറിയാം ഉപ്പ് അങ്ങനെ വെളിയിൽ വെച്ചാൽ മോയ്സ്ചർ അബ്സോർബ് ചെയ്യും. വെള്ളത്തിൻ്റെ കണികകളെ അബ്സോർബ് ചെയ്തിട്ട് അത് മെൽറ്റാവലല്ല സംഭവിക്കുന്നത്, അത് പതിയെ വെള്ളത്തിൽ ഡിസോൾവ് ആകുന്നതാണ് ആ കാണുന്നത്. അങ്ങനെയൊക്കെ സംഭവിക്കാം. പക്ഷെ എനർജി അതിന് വലിച്ചെടുക്കാൻ നമ്മൾ നേരത്തെ പറഞ്ഞില്ല, പ്രകൃതി നിയമങ്ങൾ അനുവദിക്കുന്നില്ല. അങ്ങനെ എനർജി ഉണ്ടെങ്കിൽ തന്നെ. പിന്നെ
ഇതിലൊന്നും ഇല്ല. ഇതിലൊക്കെ ചിലപ്പോൾ പിള്ളേർ വല്ലതും ചോദിച്ചാണെന്ന് എഴുതിയിട്ട് അടുത്ത ഐറ്റം ഇറക്കും, ക്വാണ്ടം എൻറ്റാങ്കിൾമെൻറ്റ്. ക്വാണ്ടം ഫിസിക്സിന് ഒരു പ്രത്യേകതയുണ്ട്, അത് ആർക്കും മനസ്സിലാവില്ല. ആർക്കും മനസ്സിലാവാത്താണെങ്കിൽ സേഫായിട്ട് നിങ്ങൾക്ക് എന്തും പറയാം. ചില ആളുകൾ അങ്ങനെ പറയും, നമ്മൾ ഉത്തരം കിട്ടുമ്പോൾ അവർ പറയുന്നത് നിങ്ങളങ്ങനെ പലതും പറയും. പക്ഷെ മനുഷ്യന് മനസ്സിലാവാത്ത ഒരുപാട് ശക്തികൾ ഈ പ്രപഞ്ചത്തിലുണ്ട്. അപ്പം നമ്മൾ ചോദിക്കേണ്ടത്, അപ്പോൾ ഈ പറയുന്ന സാർ ഏത് ഗണത്തിൽ വരും? മനുഷ്യന് മനസ്സിലാവാത്താണെങ്കിൽ സാറിന് അത് മനസ്സിലാവാൻ പാടില്ല. സാറ് പക്ഷെ നല്ല മനസ്സിലായതുപോലെയാണ് ക്ലാസ് എടുക്കുന്നത് ഇങ്ങോട്ട്. ഒന്നുകിൽ മനുഷ്യനല്ല, അല്ലെങ്കിൽ സാറിനും മനസ്സിലായിട്ടില്ല. സാറിന് മനസ്സിലായിട്ടില്ലെങ്കിൽ നമ്മൾ തമ്മിൽ തർക്കിച്ചിട്ട് കാര്യമില്ല. മനസ്സിലാവാത്ത കാര്യത്തെക്കുറിച്ച് നമ്മൾ തർക്കിക്കരുത്. ഞാൻ പറഞ്ഞു വന്നത്, ക്വാണ്ടം ഭൗതികത്തിൽ ഇതുപോലെ എൻറ്റാങ്കിൾമെൻറ്റ് ഇങ്ങനെയൊക്കെയുള്ള കുറേ വാക്കുകളുണ്ട്. അതൊക്കെ ആളുകൾ എടുത്ത് ഇങ്ങനെ തലങ്ങും വിലങ്ങും പ്രയോഗിക്കുന്ന കേൾക്കാം. ക്വാണ്ടം ഭൗതികത്തിൽ ഒരുപാട് വിചിത്രമായിട്ടുള്ള പ്രതിഭാസങ്ങളുണ്ട്. ഒരേ സമയം പല അവസ്ഥകളിൽ കാണപ്പെടാം, ഇങ്ങനെയൊക്കെയുള്ള അവസ്ഥകളുണ്ട്. പക്ഷെ അതെല്ലാം സൂക്ഷ്മ കണങ്ങളുടെ തലത്തിൽ നടക്കും. മനുഷ്യ ശരീരം പോലെ വലിയ വസ്തുക്കളുടെ കാര്യത്തിൽ ഇതൊന്നും നടക്കില്ല. അപ്പം അതുകൊണ്ട് ക്വാണ്ടം ഭൗതികത്തിൽ സൂപ്പർ പോസിഷൻ സ്റ്റേറ്റ് ഉള്ളതുകൊണ്ട് ഇവിടെ എവിടെയോ നമ്മുടെ ആത്മാവ് കറങ്ങി നടക്കുന്നുണ്ട് എന്ന് ആരെങ്കിലും വിചാരിക്കുന്നുണ്ടെങ്കിൽ ഐ എം സോറി ടു ബ്രേക്ക് ദ സസ്പെൻസ്. ഇതൊന്നും അങ്ങനെയല്ല പ്രവർത്തിക്കുന്നത്. പിന്നെ ഈ ശരീരത്തിന് ചുറ്റുമുള്ള എനർജി ഫീൽഡ്, അതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ഇത് ഈ ഫീൽഡ് എന്ന് പറയുന്ന വാക്ക് പൊതുവെ വെസ്റ്റേൺ സങ്കല്പമാണ്. നമ്മുടെ നാട്ടിൽ ഇത് ചക്രമാവും. നമ്മളെ ഒരുപാട് പേരെ ഈ ശക്തിമാൻ എന്ന് പറഞ്ഞ സീരിയൽ കുറേ വഴിതെറ്റിച്ചിട്ടുണ്ട്. ശക്തിമാനിൽ മുകേഷ് ഖന്ന ഇങ്ങനെ ഇരിക്കുമ്പോൾ ബാക്ക് 7 ചക്രം ഇങ്ങനെ കറങ്ങുന്നത് കാണിക്കും. ഞാനൊക്കെ വിചാരിച്ചിട്ടുണ്ട് എന്താ ചക്രം അകത്ത് കറങ്ങുന്നത്, അന്വേഷിച്ച് പോയിട്ടൊക്കെ ഉണ്ട്. ഇതിപ്പോൾ എവിടെ കറങ്ങുന്നതെന്നൊക്കെ അറിയാം. പക്ഷെ എന്ത് സംഗതി തന്നെ ആയാലും നമ്മൾ കുറേ പുതിയ ഫിസിക്സ് ഉണ്ടാക്കി ഇതൊക്കെ ന്യായീകരിക്കുക. നമ്മളിങ്ങനെ കുറേ കഥകൾ പറഞ്ഞു പോയി. അതുകൊണ്ട് ഫിസിക്സിൽ നമ്മൾ സ്വന്തം പുതിയ നിയമങ്ങളൊക്കെ ഉണ്ടാക്കിയെടുത്തിട്ട് ചക്രം, ഫീൽഡ്, മനുഷ്യ ശരീരത്തിൽ അങ്ങനെ ഫീൽഡോ ചക്രങ്ങളോ ഒന്നുമില്ല. ശരീരം അങ്ങനെ അല്ല പ്രവർത്തിക്കുന്നത്. എന്നാൽ ബാക്കി പ്രകൃതി നിയമങ്ങളെല്ലാം മനുഷ്യ ശരീരത്തിനും ചുറ്റുപാടുകൾക്കും എല്ലാം ഒരേപോലെ ബാധകമാണ്. നമുക്ക് ഈ നെഗറ്റീവ് എന്ന് പറയുന്ന വാക്കിലാണ് ഇനി പിടിക്കേണ്ടത്. നെഗറ്റീവ് സയൻസിൽ പല അർത്ഥത്തിൽ ഉപയോഗിക്കുന്നുണ്ടെങ്കിലും ഈ നെഗറ്റീവ് എനർജിയെ കുറിച്ചിട്ട് നമ്മൾ ആളുകൾ പറയുന്നത് കേൾക്കുമ്പോഴോ നമ്മൾ എവിടെയെങ്കിലും അതിനെക്കുറിച്ച് അന്വേഷിക്കുകയോ ചെയ്യുമ്പോൾ നമ്മൾ അടിസ്ഥാനമായിട്ട് നെഗറ്റീവ് എന്ന് പറഞ്ഞ വാക്ക് ഉദ്ദേശിക്കുന്നത് ബാഡ് എന്ന അർത്ഥത്തിലാണ്. നമ്മളെപ്പോഴും ഈ പ്രശ്ന പരിഹാരത്തിന് പോകുമ്പോഴാണ് ഇങ്ങനത്തെ വാക്കുകൾ കേൾക്കുക. നമ്മളെ ഗ്രഹങ്ങൾ നമ്മളെ സ്വാധീനിക്കുന്നുണ്ടോ എന്ന് നമ്മൾ ബേജാറാകുന്ന എപ്പോഴാണ്? നമ്മുടെ കുട്ടി പരീക്ഷയ്ക്ക് റാങ്ക് വാങ്ങിക്കുമ്പോഴല്ല, കുട്ടിക്ക് മാർക്ക് കുറയുമ്പോഴാണ് നമ്മൾ ഗ്രഹങ്ങളെക്കുറിച്ച് അന്വേഷിക്കുന്നത്. സ്യൂഡോ സയൻസ് എന്ന് വിളിക്കുന്ന സ്യൂഡോ സയൻസിൻ്റെ അഡ്വക്കേറ്റ്സിന് അടുത്തേക്ക് വരുന്ന ആളുകൾ പ്രശ്നവും കൊണ്ട് വരുന്നവരാണ്. ആരും അല്ലാതെ എന്തെങ്കിലും പ്രശ്നമോ ഉത്കണ്ഠയോ ഇല്ലാത്ത ആളുകൾ ഇതിനെക്കുറിച്ച് ബേജാറാവില്ല. ഇതിനെക്കുറിച്ച് ലോകത്ത് എന്തെല്ലാം കാര്യങ്ങൾ നടക്കും അതെല്ലാം പോലും നമ്മളങ്ങ് കളയും. എന്തെങ്കിലും പ്രശ്നം വരുമ്പോൾ, ഒരു വീട്ടിലൊരു അപമൃത്യു ഉണ്ടായി, അല്ലെങ്കിൽ എന്തെങ്കിലും പെട്ടെന്ന് കടം വന്നു, ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ സംഭവിക്കുമ്പോൾ നമ്മൾ ഉടനെ അന്വേഷിക്കാം ആരുടെ തലയിൽ ഇതുകൊണ്ട് കയറ്റാം. കുറച്ച് പേര് ഗ്രഹങ്ങളുടെ തലയിൽ കയറ്റും, കുറച്ച് പേര് വീട്ടിലിരിക്കുന്ന കക്കൂസ് എവിടെ ഇരിക്കുന്ന അതിൽ കൊണ്ട് കയറ്റും, ചിലർ സ്റ്റെയർ കേസിൽ കൊണ്ട് കയറ്റും. അങ്ങനെ എവിടെയെങ്കിലും ഒരു വില്ലനെ നമ്മൾ കണ്ടുപിടിക്കും. ആ കൂട്ടത്തിലാണ് ഈ നെഗറ്റീവ് എനർജി വില്ലൻ വേഷത്തിൽ അവതരിക്കുന്നത്. ഞാൻ ചോദിക്കുന്നത്, നമുക്കെല്ലാം നെഗറ്റിവിറ്റി അനുഭവപ്പെടും. നമ്മൾ പറയും ഇത് ഈ സ്ഥലത്ത് മാത്രമല്ല, ചില ആളുകളെ കുറിച്ചും പറയും അയാൾ വരുമ്പോൾ തന്നെ ഒരു നെഗറ്റീവ് എനർജിയാണ്. നമ്മൾ പലരും പലരെയും കുറിച്ച് പറയുന്നുണ്ടാവും. നമ്മളെക്കുറിച്ച് ആരെങ്കിലും പറയുന്നുണ്ടോ എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. ഈ മനുഷ്യരെ നമ്മുടെ ദുരന്തം എന്ന് പറയും. ഈ മനുഷ്യ ദുരന്തങ്ങളുടെ ഒരു പ്രത്യേകത, താനൊരു ദുരന്തമാണെന്ന് ഈ മനുഷ്യ ദുരന്തത്തിന് ഒരിക്കലും അറിയില്ല. കാരണം അയാളോട് ഒഴികെ നാട്ടുകാരത്ത് മുഴുവൻ നമ്മളിത് പറയും. പുള്ളി ഒരിക്കലും ഇത് കേൾക്കില്ല. പുള്ളി കരുതുന്നത് പുള്ളി മഹാനാണെന്നായിരിക്കും, പക്ഷെ നാട്ടുകാർ മുഴുവൻ ഇങ്ങനെ ആയിരിക്കും പറയുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു, വ്യക്തികൾക്കും വസ്തുക്കൾക്കും സ്ഥലങ്ങൾക്കും ഒക്കെ നമ്മൾ ചാർത്തി കൊടുക്കുന്ന ഒരു സംഗതിയാണ് ഈ നെഗറ്റീവ് എനർജി. ശരിക്കും അങ്ങനെ ഉണ്ടോ? ചില ആളുകൾ അല്ലെങ്കിൽ ചില സാഹചര്യങ്ങൾ, ചില സ്ഥലങ്ങൾ നമുക്ക് ഒരു ബാഡ് വൈബ് തരാറില്ലേ? ബാഡ് വൈബ് തരാം. അതൊരു റിയൽ എക്സ്പീരിയൻസ് ആണ്, നമുക്ക് അനുഭവപ്പെടാൻ സാധ്യതയുള്ളൊരു കാര്യമാണ്. ചില ആളുകൾ നെഗറ്റീവ് എനർജി നമ്മളിങ്ങനെ അറിയാം, നമ്മുടെ എനർജി അങ്ങോട്ട് വലിച്ചെടുക്കുന്ന ആൾക്കാർ, നമ്മൾ ക്ഷീണിക്കും അവരോട് സംസാരിച്ചു കഴിഞ്ഞാൽ. യെസ്, ചില ആളുകൾക്ക് അത് പറ്റും. പക്ഷെ അത് ഈ പറഞ്ഞ പോലെ ഇങ്ങനെ വലിച്ചിട്ടല്ല. അത് പ്രകൃതി അതായത് ഫിസിക്സ് അല്ല അവിടെ പ്രവർത്തിക്കുന്നത്, ബയോളജിയാണ്. അപ്പോൾ അതിന് ചില മെക്കാനിസങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഡെവിൾസ് അഡ്വക്കേറ്റ് എന്ന് പറയുമല്ലോ, അങ്ങനെ ഒരു സാധ്യത കൂടി ഇവിടെ ഉണ്ട്. ഇങ്ങനെയൊന്നുമില്ല, നെഗറ്റീവ് എനർജി ഒന്നും ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ പറയും എനിക്ക് അനുഭവം ഉണ്ടെന്ന് പറയും. യെസ്, അനുഭവങ്ങളുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് ഈ പ്രേതങ്ങളെ കുറിച്ച് പറയുമ്പോൾ ആൾക്കാർ സ്ഥിരം എൻ്റെ അടുത്ത് 1-2 പേര് പറഞ്ഞിട്ടുള്ളതാണ്, പോസിറ്റീവ് എനർജി ഉണ്ടെങ്കിൽ നെഗറ്റീവ് എനർജി ഉണ്ട്. പ്രേതം നെഗറ്റീവ് എനർജിയാണ്, പോസിറ്റീവ് എനർജി ഏതാ? ദൈവമാണ്. ഈ പോസിറ്റീവ് എനർജി ഉണ്ടെങ്കിൽ നെഗറ്റീവ് എനർജി ഉണ്ടെന്ന് പറയുമ്പം പോസിറ്റീവ് എനർജി ഉണ്ടെന്നുള്ള കാര്യത്തിൽ ഞാൻ തർക്കിക്കില്ല എന്നാണ് പുള്ളി ഉദ്ദേശിക്കുന്നത്. അപ്പോൾ പിന്നെ നിങ്ങൾ പറയണത് എന്ത്? നെഗറ്റീവ് എനർജി ഉണ്ട്. ഈ എക്സ്പീരിയൻസ് എന്തുകൊണ്ടുണ്ടാകുന്നത്? പ്രേത അനുഭവങ്ങൾ റിയലാണ്. പ്രേതങ്ങൾ റിയൽ അല്ലെങ്കിലും ഒരുപാട് പേർക്ക് ശരിക്കും അനുഭവമുണ്ട്, എനിക്കുമുണ്ട്. അത് അനുഭവമാണ്. ആ അനുഭവത്തിന് ചില റീസൺസ് ഉണ്ടാവും. നമുക്ക് അങ്ങനെ കുറച്ച് കാരണങ്ങളോട് പറഞ്ഞ് നമുക്ക് ഈ വിഷയം കൺക്ലൂഡ് ചെയ്യാം.
അപ്പോൾ ചില കാര്യങ്ങൾ ബയോളജിക്കൽ നമ്മുടെ തന്നെ സെൻസറി ഓർഗൻസ് നമുക്ക് തരുന്ന ഫീലിംഗ് ആണ്. ചിലത് നമുക്ക് പരിണാമപരമായിട്ട് കിട്ടിക്കുന്നത്, മനുഷ്യനാവുന്നതിന് മുമ്പ് തന്നെ നമുക്ക് കിട്ടിയിട്ടുള്ള ചില പ്രത്യേകതകൾ കൊണ്ടും ഒക്കെ ഈ ബാഡ് വൈബ് നമുക്ക് ഫീൽ ചെയ്യും. അപ്പോൾ സൈക്കോളജിയിൽ അഫക്റ്റീവ് റിയലിസം എന്ന് പറഞ്ഞൊരു വാക്കുണ്ട്. അഫക്റ്റ് എന്ന് പറയുന്ന വാക്ക് സൈക്കോളജിയിൽ പ്രത്യേക അർത്ഥത്തിലാണ് ഉപയോഗിക്കുന്നത്. നമുക്ക് ഫീൽ ചെയ്യുന്നത് എങ്ങനെയാണ്, അതിൻ്റെ ക്വാളിറ്റിയാണ് അഫക്റ്റ്. പോസിറ്റീവായിട്ട് അഫക്റ്റ് ഫീൽ ചെയ്യാം, നെഗറ്റീവായിട്ട് ഫീൽ ചെയ്യാം. വി ഫീൽ ഗുഡ്, അത് പോസിറ്റീവ് അഫക്റ്റാണ്. മറ്റേ വി ഫീൽ ബാഡ്, അതായത് സംതിങ് ഈസ് നെഗറ്റീവ്. എന്താ പലപ്പോഴും നമുക്ക് ബാഡായിട്ട് ഫീൽ ചെയ്യുന്നത് പറഞ്ഞാൽ നമ്മുടെ നിലനിൽപ്പിന്, നമ്മുടെ സേഫ്റ്റിക്ക് ത്രട്ടാകുന്ന സംഗതികളെ നമ്മൾ നെഗറ്റീവായിട്ടാണ് ഫീൽ ചെയ്യുക. നമ്മളുടെ മസ്തിഷ്കത്തിൻ്റെ ഒരു പ്രത്യേകത, മസ്തിഷ്കത്തെക്കുറിച്ച് നമ്മൾ കഴിഞ്ഞ ഒരു 10-40 വർഷത്തിനിടെ മനസ്സിലാക്കിയ കാര്യങ്ങൾ അതുവരെയുള്ള നമ്മുടെ മസ്തിഷ്കത്തെക്കുറിച്ചുള്ള അറിവിൻ്റെ പല മടങ്ങ് വരും. ന്യൂറോ സയൻസ് ഈ കഴിഞ്ഞ കുറച്ച് ഡെക്കേഡ്സിനുള്ളിൽ ഒരുപാട് പുതിയ പുതിയ ബ്രേക്ക് ത്രൂസ് ഉണ്ടായി. അതിലുണ്ടാക്കിയ ഒരു ബ്രേക്ക് ത്രൂ എന്ന് പറയുന്നത്, നമുക്ക് പൊതുവെ തോന്നുന്നത് നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളിൽ, നമ്മുടെ മസ്തിഷ്കം എന്ന് പറയുന്നത് ശരിക്കും കംപ്ലീറ്റ്ലി ക്ലോസ്ഡ് ആയിട്ടൊരു അസ്ഥിയുടെ ഒരു കൂട്ടിനകത്തിരിക്കുന്ന ഒരു സംഗതിയാണ്. ഈ മസ്തിഷ്കമാണ് എല്ലാ അനുഭവങ്ങളും ഉണ്ടാക്കുന്നത്. ഞാൻ നിങ്ങളെ കാണുന്നതും നിങ്ങൾ എന്നെ കാണുന്നതും ശബ്ദം കേൾക്കുന്നതും തണുപ്പ് അനുഭവപ്പെടുന്നതും ചൂടനുഭവപ്പെടുന്നതും ആരെങ്കിലും ഒരാളെ തൊടുകയോ നുള്ളുകയോ ഒക്കെ ചെയ്താൽ അത് ഫീൽ ചെയ്യുന്നത് എല്ലാം മസ്തിഷ്കത്തിലാണ്. മസ്തിഷ്കത്തിന് ഇത് കിട്ടണമെന്നുണ്ടെങ്കിൽ വെളിയിൽ നിന്നുള്ള സിഗ്നൽസ് മസ്തിഷ്കത്തിനകത്ത് എത്തണം. നിങ്ങൾ ഈ മസ്തിഷ്കത്തിന് ഒരു സൂചി എടുത്ത് കുത്തിയാൽ അതിന് വേദനിക്കില്ല, കാരണം പെയിൻ സെൻസേഴ്സ് മസ്തിഷ്കത്തിലില്ല. അപ്പോൾ ഇത് കംപ്ലീറ്റ്ലി ക്ലോസ്ഡ് ആയിട്ടിരിക്കുകയും വെളിയിലിരിക്കുന്ന സിഗ്നൽസിനെ അപേക്ഷിച്ച് മാത്രം നോക്കി പുറത്തുള്ള ലോകം എങ്ങനെ ഇരിക്കും എന്ന് ഒരു പിക്ചർ ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യുന്ന ഒരു ഉപകരണമാണ് നമ്മുടെ മസ്തിഷ്കം എന്ന് പറയുന്നത്. ഇതിന് പുറമെ നമ്മുടെ തന്നെ ആന്തര അവയവങ്ങളുടെ പ്രവർത്തനത്തെയും മോണിറ്റർ ചെയ്തുകൊണ്ടിരിപ്പുണ്ട്. എന്തെങ്കിലുമൊക്കെ മാറ്റം വരുന്നുണ്ടോ, എന്തെങ്കിലും അനാരോഗ്യകരമായിട്ടുള്ള മാറ്റങ്ങൾ വരുന്നുണ്ടോ എന്ന് നമുക്ക് ഡിസ്കംഫർട്ട് ഫീൽ ചെയ്യുന്നതിൽ ഇതിനൊരു പങ്കുണ്ട്. ഇനി മസ്തിഷ്കത്തിനെ കുറിച്ചുള്ള മറ്റൊരു കാര്യം, ഇപ്പം എങ്ങനെ അനുഭവപ്പെടുന്നു എന്നുള്ളതല്ല മസ്തിഷ്കം ആദ്യം ആലോചിക്കുന്നത്. മസ്തിഷ്കത്തിനൊരു ഒരു പ്രഡിക്ഷൻ ഉണ്ട്, പ്രപഞ്ചം എങ്ങനെ, ഈ ചുറ്റുപാടുകൾ എങ്ങനെ പെരുമാറും. അങ്ങനെയൊക്കെ തന്നെയാണ് ചുറ്റുപാട് കിട്ടുന്ന സിഗ്നൽ എങ്കിൽ അതങ്ങ് പോവും. ഇനി എങ്ങാനും നമ്മളെ പ്രഡിക്ഷന് വിരുദ്ധമായിട്ടുള്ള എന്തെങ്കിലും സിഗ്നൽ വരികയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ പ്രഡിക്ഷനെ അത് കറക്റ്റ് ചെയ്യും. ഒരു ഇച്ചിരി കോംപ്ലക്സ് മെക്കാനിസം ആണ്. നമ്മൾ വിചാരിക്കുന്ന അത്ര സിമ്പിളായിട്ടല്ല ഈ ലോകത്തെക്കുറിച്ച് മനുഷ്യൻ അല്ലെങ്കിൽ ചുറ്റുപാടുകളെ കുറിച്ച് നമ്മുടെ മനുഷ്യ മസ്തിഷ്കം മനസ്സിലാക്കുന്നു. അത് പ്രഡിക്ഷൻ ഉണ്ടാക്കിയിട്ട് പ്രഡിക്ഷൻ തെറ്റാണെങ്കിൽ മാത്രം കറക്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ അങ്ങനെ ചെയ്യുക. ഇത് എനർജി കുറച്ച് ചിലവാക്കാനുള്ള ഒരു ടെക്നിക്കാണ്. ഇനിയാണ് ഞാൻ പറയാൻ പോകുന്ന അഫക്റ്റീവ് റിയലിസം വർക്ക് ചെയ്യുന്നത്. അഫക്റ്റീവ് റിയലിസം വർക്ക് ചെയ്യുന്നത് നിങ്ങളുടെ ശരീരത്തിനകത്ത് എന്തെങ്കിലും ഡിസ്കംഫർട്ട് ഫീൽ ചെയ്യണമെന്ന് വെച്ചോളൂ. മസ്തിഷ്കം ചുറ്റുപാടുകളെ കുറിച്ച് പ്രഡിക്റ്റ് ചെയ്യുന്നത് തന്നെ സംതിങ് ഈസ് റോങ് എന്നുള്ളതാണ്. അപ്പോൾ ഒരാൾ പറയാണ് ഇവിടെ നെഗറ്റീവ് എനർജി ഉണ്ട്, ഉടനെ അതിന് കിട്ടുന്ന ക്ലൂ ഈ നെഗറ്റീവ് എനർജി കാരണമാണ് എനിക്ക് ഡിസ്കംഫർട്ട് ഉണ്ടാകുന്നത് എന്നുള്ളതാണ്. അതായത് നമ്മൾക്ക് എങ്ങനെ ഫീൽ ചെയ്യുന്നു എന്നുള്ളതാണ് നമ്മൾ റിയാലിറ്റിയിലേക്ക് പ്രൊജക്റ്റ് ചെയ്യുന്നത്. ഇത് വളരെ നമുക്ക് നമ്മുടെ ഡെയിലി ലൈഫിൽ ശീലമുള്ളൊരു കാര്യമാണ്. നമ്മളൊരു ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് നല്ല മൂഡിൽ വരികയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിലുള്ള ഒരാൾ ഒരു പ്രത്യേക കാര്യം നമ്മളടുത്ത് പറയുമ്പോഴും നമ്മൾ വളരെ മോശം മൂഡിൽ വരുമ്പോൾ അതേ കാര്യം പറയുമ്പോഴും നമ്മുടെ പ്രതികരണം ഡിഫറൻ്റ് ആയിരിക്കാൻ സാധ്യതയുണ്ട്. എന്തുകൊണ്ടെന്നാൽ ആ പറയുന്നത് അല്ലെങ്കിൽ ആ പ്രവൃത്തിയുടെ മീനിങ് നമ്മളുടെ അവസ്ഥയ്ക്കനുസരിച്ച് മാറും. അതല്ലേ നമ്മൾ പറയുന്നത്, മേലുദ്യോഗസ്ഥനെയോ കുട്ടികളാണെങ്കിൽ ടീച്ചറിനെയോ കാണാൻ പോകുമ്പം സാറിൻ്റെ മൂഡ് നോക്കിയിട്ട് പോവാം. കാരണം ഞാൻ ഈ പറയാൻ പോകുന്ന കാര്യം സാറ് പോസിറ്റീവായിട്ട് എടുക്കുമോ നെഗറ്റീവായിട്ട് എടുക്കുമോ എന്ന് തീരുമാനിക്കുന്നത് സാറിൻ്റെ മൂഡാണ്. അത് ഈ മസ്തിഷ്കത്തിൻ്റെ അഫക്റ്റീവ് റിയാലിസം കൊണ്ട് സംഭവിക്കുന്നതാണ്. ഇത് സയൻറ്റിഫിക്കലി സ്റ്റഡി ചെയ്യുന്നതാണ്. ഇപ്പോൾ ഒരു കുന്നിൻ്റെ കയറ്റം കാണിച്ചു കൊടുത്തിട്ട് കുറച്ച് ആൾക്കാർ ചോദിക്കും ഇത് എത്ര സ്റ്റീപ്പാണെന്ന്, നിങ്ങൾക്ക് കയറാൻ പറ്റുമോ, എത്ര സ്റ്റീപ്പാണ്, ഈസ് ഇറ്റ് ടു സ്റ്റീപ്പ് ഓർ ജസ്റ്റ് എ ബിറ്റ് സ്റ്റീപ്പ് എന്ന ക്വസ്റ്റ്യൻ ചോദിക്കുന്നു. ഈ സ്റ്റഡിക്ക് കൊണ്ടു നിർത്തുന്ന ചില ആൾക്കാരെ ജോഗിങ്ങും സൈക്ലിങ്ങും ഒക്കെ കഴിച്ചിട്ടാണ് കൊണ്ടുവരുന്നത്. ചില ആൾക്കാരെ നേരെ ഇരിക്കുന്ന പൊസിഷൻ റെസ്റ്റ് എടുക്കുന്നത് കൊണ്ടുവരും. ഈ റെസ്റ്റ് അവസ്ഥയിൽ നിന്ന് വരുന്ന ആൾക്കാർ പറയും ഇത് അത്ര വലിയ സ്റ്റീപ്പൊന്നും അല്ല. പക്ഷേ ഈ കിതച്ച് വരുന്ന ആൾക്കാർ പറയും ഇത് ഭയങ്കര സ്റ്റീപ്പാണ്, ഇത് കയറാൻ പറ്റില്ല, ഒരേ കയറ്റം. അതായത് ആളുകൾ ഈ റിയാലിറ്റിയെക്കുറിച്ചുള്ള ജഡ്ജ്മെൻറ്റ് അവനവൻ്റെ ഇൻറ്റേർണൽ സ്റ്റേറ്റിനനുസരിച്ചിട്ട് മാറ്റും. നമ്മൾ എവിടെയെങ്കിലും നമുക്ക് ഇച്ചിരി നെഗറ്റീവായിട്ട് ഫീൽ, ചിലപ്പോൾ നമ്മുടെ തന്നെ ഡിസ്കംഫർട്ടായിരിക്കും പേഴ്സണലി. ആ അവസ്ഥ വെച്ചിട്ട് നമ്മൾ ഈ സിറ്റുവേഷൻ്റെ കുഴപ്പമാണ് നമ്മളങ്ങ് ആരോപിക്കും. ദാറ്റ് ഈസ് വൺ വേ ഓഫ് അസസിങ് പീപ്പിൾ ഓർ സിറ്റുവേഷൻസ് ആസ് നെഗറ്റീവ് ഓർ ബാഡ്. ഇനി വേറൊന്ന്, നമ്മുടെ മസ്തിഷ്കത്തിലെ ന്യൂറോണുകൾക്ക് ഒരു ഈ മിറർ ന്യൂറോൺസ് എന്ന് പറയുന്ന ഒരു വിഭാഗം ന്യൂറോണുകളുണ്ട്. അതൊരു റീസെൻ്റ് റിയലൈസേഷനാണ് കമ്പാരിറ്റീവ്ലി. കാരണം നമ്മളുടെ മസ്തിഷ്കത്തിൻ്റെ പ്രവർത്തനം കൊണ്ടാണ് നമ്മൾ ഓരോ പ്രവൃത്തിയും ചെയ്യുന്നത്. ഉദാഹരണത്തിന് ഞാൻ ഈ ഗ്ലാസ് ഇങ്ങനെ എടുക്കുന്നു, ഇതിങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ എൻ്റെ മസ്തിഷ്കം വിഷ്വലി സ്കാൻ ചെയ്യണം, ഗ്ലാസ്സിനെ ലൊക്കേറ്റ് ചെയ്യണം,
ആ ഗ്ലാസ്സിനടുത്തേക്ക് എൻ്റെ കൈ കൊണ്ട് എത്തിക്കണമെന്നുണ്ടെങ്കിൽ എൻ്റെ മസിലുകളെ ചില പ്രത്യേക ക്രമത്തിൽ ചലിപ്പിക്കാനുള്ള നിർദ്ദേശം കൊടുക്കണം. ഇത്രയും കഴിഞ്ഞാലേ എനിക്ക് ഇവിടേക്ക് എത്താൻ പറ്റൂ. ഈ പ്രവൃത്തി ചെയ്യുമ്പോൾ മസ്തിഷ്കത്തിലെ ചില ന്യൂറോണുകൾ ചില പ്രത്യേക രീതിയിൽ പ്രവർത്തിക്കുകയും അത് നമുക്ക് അവിടെ ഒരു സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ അവിടുത്തെ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ മാറുന്നത് നമുക്ക് മോണിറ്റർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ സ്റ്റഡി നടത്തുന്നത് കുരങ്ങന്മാരിലാണ് ആദ്യം നടത്തുന്നത്. കുരങ്ങന്മാരെ കൊണ്ട് അവരുടെ തലയിൽ ഇലക്ട്രോഡ്സ് വെച്ച് കൊടുക്കും. അവർ പല പ്രവൃത്തികൾക്കും പഴത്തിന് വേണ്ടി കൈ നീട്ടുമ്പോൾ മസ്തിഷ്കത്തിൻ്റെ ഒരു പ്രത്യേക ഭാഗം, മോട്ടോർ ന്യൂറോൺസിനൊക്കെ ഹെൽപ്പിക്കുന്ന ഒരു പ്രത്യേക ഭാഗത്ത് ഒരു സ്പാർക്ക് നമുക്ക് കാണാൻ പറ്റും. അവിടെ ഒരു പൊട്ടൻഷ്യൽ ജനറേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ആ പ്രവൃത്തി ചെയ്യാനുള്ള മസ്തിഷ്ക ഭാഗം അവിടെയാണ് പ്രവർത്തിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാവും. ഈ സ്റ്റഡി നടക്കുന്നതിനിടയ്ക്ക് ഈ കുരങ്ങന്മാരുടെ മുമ്പിൽ വെച്ച് ഒരാൾ പഴം എടുത്തു. അയാളുടെ തലയിൽ ഇലക്ട്രോഡ്സ് വെച്ചിട്ടില്ല, കുരങ്ങൻ്റെ തലയിൽ ഇലക്ട്രോഡ്സ് ഉണ്ട്. പെട്ടെന്ന് ആ ഇലക്ട്രോഡ്സ് ഫയർ ചെയ്യാൻ തുടങ്ങി. അതിൻ്റെ അർത്ഥം കുരങ്ങൻ എടുക്കുന്നത് ഈ കുരങ്ങൻ കണ്ടപ്പോൾ തന്നെ ആ ന്യൂറോൺസ് അവിടെ ഫയർ ചെയ്യണം. അതായത് നിങ്ങൾ നേരിട്ട് ചെയ്യാത്ത പ്രവൃത്തി വേറൊരാൾ ചെയ്യുന്നത് കണ്ടാൽ അതേ ന്യൂറോൺസ് ആക്റ്റീവ് ആകും. ഇതാണ് മിറർ ന്യൂറോൺസ്, റിഫ്ലക്റ്റ് ചെയ്യും. എൻ്റെ പോൺ ഇൻഡസ്ട്രി എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് ആലോചിച്ചു. നിങ്ങളല്ല ആ പ്രവൃത്തിയിൽ ഏർപ്പെടുന്നത്, വേറെ ആരോ ചെയ്യുന്നതാണ് കാണുന്നത്. പക്ഷെ അതേ പ്ലഷറിന് വേണ്ടിയിട്ട് ആൾക്കാരത് കാണാൻ പോകും. ഇതാണ് നമ്മൾ ഒരാൾ നടന്നു പോകുമ്പോൾ പെട്ടെന്ന് അയാളുടെ കാലിങ്ങനെ ഒരു കല്ലിലിടിച്ചു, നമുക്ക് വേദനിക്കുകയോ ഇല്ലയോ? നമ്മൾ കാരണം അതെങ്ങനെയാണ് അത്രത്തോളം പെയിൻഫുൾ ആണെന്ന് നമുക്കറിയാം. ആ പെയിനുമായിട്ട് ബന്ധപ്പെട്ട ന്യൂറോൺസ് അപ്പോഴേ ഫയർ ചെയ്യും. പിന്നെ നമ്മൾ ചെയ്യുന്ന ഈ കുട്ടികളുടെ കയ്യിൽ റബ്ബർ ബാൻഡ് എടുത്ത് കുരുക്കിട്ട് കൊടുത്തിട്ട് ഒരു കൈ മാത്രം വെച്ച് തഴിക്കാൻ പറയും. പിള്ളേർ ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് മറ്റേ കൈ നോക്കണം. ഈ കണ്ടുകൊണ്ടിരിക്കുന്ന കുട്ടിയുടെ കൈ നോക്കി കഴിഞ്ഞാൽ അവനിരുന്ന് ഇങ്ങനെ ആക്കും, ഇതിന്ന് ഇളക്കാനുള്ള. ഇതാണ് മിറർ ന്യൂറോൺസിൻ്റെ പ്രവർത്തനം. അപ്പോൾ നമ്മൾ ചില ആളുകൾ അവരുടെ ഹെൽത്ത് കൊണ്ടോ അവരുടെ പേഴ്സണാലിറ്റിയുടെ സ്വഭാവം കൊണ്ടോ ചില ആളുകൾ അങ്ങനെ മുഖത്ത് മൊത്തത്തിലൊരു നെഗറ്റിവിറ്റി കാണും. കാരണം അവർ ഹാപ്പി ആയിരിക്കത്തില്ല. ചിലപ്പോൾ അത് ടെമ്പററി ആയിരിക്കും, ചിലപ്പോൾ പെർമനന്റ് സ്ഥിരമായിട്ട് നമ്മൾ നോക്കിയാൽ മതി. കുറച്ച് പ്രായത്തിൻ്റെ അസ്കിതയൊക്കെ വന്നു കഴിഞ്ഞാൽ ആളുകളുടെ മുഖത്ത് സ്ഥിരമായിട്ട് വരുന്നൊരു ഇങ്ങനെ എക്സ്പ്രഷൻ. എന്തുകൊണ്ടാണ്? ദേ ഡോണ്ട് വാണ്ട് ടു ഷോ ബാഡ് ഫേസ്, പക്ഷേ ദേ ആർ നോട്ട് ഹാപ്പി. പക്ഷെ നമ്മളിത് കാണുമ്പോൾ നമുക്ക് ഈ മൂഡ് കിട്ടും. ചിലപ്പോൾ നമ്മുടെ മിറർ ന്യൂറോൺസ് അത് അതേപടി റിഫ്ലക്റ്റ് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് ചില ആളുകളെ കാണുമ്പോഴേ നമുക്ക് എന്ന് പറഞ്ഞാൽ ദിസ് ഇസ് ജസ്റ്റ് മൈറ്റ് ബി മിറർ ന്യൂറോൺസ് ഫയറിങ്. നിങ്ങളുടെ മിറർ ന്യൂറോൺസ് ആ മൂഡ് അതേപടി. നമ്മൾ കരുതുന്നതിനേക്കാൾ ഷാർപ്പാണ് നമ്മുടെ മസ്തിഷ്കം. ചെറിയ ചേഞ്ചസ് നമ്മുടെ ശരീരത്തിലെ എക്സ്പ്രഷൻസിലൊക്കെ വരുന്ന ചെറിയ ചേഞ്ചസ് പോലും ശരിക്കും നമ്മൾ നോട്ടീസ് ചെയ്യും. അത് നെഗറ്റീവ് ആണെങ്കിൽ എസ്പെഷ്യലി നമ്മൾ നോട്ടീസ് ചെയ്യും. ഇനി ഞാൻ ഈ പറഞ്ഞതുപോലെ മസ്തിഷ്കം സദാ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു മെഷീനാണ്, ഒരു അവയവമാണ്. നമ്മൾ ഉറങ്ങുമ്പോൾ പോലും അത് പ്രവർത്തിക്കും. ഒറ്റ തടിയുടെ അതുപോലത്തെ ഒരു ബെഞ്ചിൽ കിടന്നുറങ്ങാൻ നമുക്ക് പറ്റും, വീഴില്ല. കാരണം നമ്മൾ ഉറങ്ങുമ്പോഴും മസ്തിഷ്കം നമ്മുടെ ബാലൻസ് എപ്പോഴും ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇനി മസ്തിഷ്കത്തിൻ്റെ ആ പ്രവർത്തനത്തെ താറുമാറാക്കുന്ന എന്തെങ്കിലും അകത്തേക്ക് എടുത്തിട്ടാണ് കിടക്കുന്നതെങ്കിൽ വീഴാം. ഞാൻ പ്രത്യേകിച്ച് വിശദീകരിക്കേണ്ടത്. അല്ലാതെ ഉള്ള അവസ്ഥയിൽ മസ്തിഷ്കം നിങ്ങളുടെ ബാലൻസ് മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കും. ഇനി ഉറങ്ങിക്കിടക്കുമ്പോൾ ഒരു വെടിശബ്ദം കേട്ട് നമ്മൾ ഉണർന്നു. വെടിശബ്ദം കേൾക്കുമ്പോൾ ഉണരണമെങ്കിൽ വെടിശബ്ദം കേട്ടു എന്ന് നമ്മൾ അറിയണമല്ലോ. അപ്പോൾ ആ സിഗ്നൽ മസ്തിഷ്കത്തിൽ എത്തണ്ടേ? മസ്തിഷ്കത്തിൽ എത്തണം എന്നുണ്ടെങ്കിൽ മസ്തിഷ്കം സദാ ചെവി കുറിപ്പിച്ചിരിക്കണ്ടേ? കുറച്ചൊന്ന് സെൻസിറ്റിവിറ്റി കൂട്ടി വെച്ചിട്ടുണ്ടായിരിക്കും. ചെറിയ ശബ്ദമൊന്നും എത്തില്ലായിരിക്കും, പക്ഷേ ശബ്ദത്തിൻ്റെ ത്രഷോൾഡ് കൂടുമ്പോൾ അകത്തെത്തും. ഇപ്പം നമ്മൾ ഫോൺ എടുത്തിട്ട് ഹേ ഗൂഗിൾ എന്ന് പറയുമ്പം റെസ്പോണ്ട് ചെയ്യുന്നുണ്ടല്ലോ. ഹേ ഗൂഗിൾ എന്ന് പറയുമ്പോൾ റെസ്പോണ്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ പറയുന്ന മുഴുവൻ കേട്ടോണ്ടിരുന്നാലേ ഹേ ഗൂഗിൾ എന്ന് പറയുന്ന അറിയാൻ പറ്റൂ. അത് തന്നെയാണ് നമ്മുടെ ഫോൺ നമ്മൾ പറയുന്ന എല്ലാം ശ്രദ്ധിച്ചുകൊണ്ടിരിപ്പുണ്ട്. അതാണ് നമ്മൾ ഈ കൂട്ടുകാരത്ത് സംസാരിച്ച് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഫേസ്ബുക്കിൽ ആ കാര്യത്തിൽ പരസ്യം വരുന്നു. ഇതെങ്ങനെ ഗൂഗിളിൽ എൻ്റെ മനസ്സ് വായിക്കണ്ട, പറയുന്നത് കേട്ടാൽ മതി. അപ്പോൾ നമ്മൾ ആളുകളുടെ അടുത്ത് പെരുമാറുമ്പോഴും ഒരു സോഷ്യൽ സിറ്റുവേഷനിൽ നിൽക്കുമ്പോഴും ഒക്കെ സദാസമയവും നമ്മുടെ മസ്തിഷ്കം ഇങ്ങനെ സ്കാൻ ചെയ്യുന്നുണ്ട് സിഗ്നൽസിന് വേണ്ടിയിട്ട്. നമ്മൾ വളരെ കാമെന്ന് നമ്മൾ പൊതുവെ പറയുന്നത് പ്രെഡിക്റ്റബിളാണ്. നമ്മൾ വിചാരിക്കുന്ന പോലെ തന്നെയാണ് കാര്യങ്ങൾ നടക്കുക. വലിയ വ്യത്യാസമൊന്നുമില്ല പോകുന്നുണ്ടെങ്കിൽ മസ്തിഷ്കത്തിന് ലോഡ് ഭയങ്കര കുറവാണ്. പക്ഷെ ചില ആളുകൾ അങ്ങനെ ആയിരിക്കില്ല. അവരുടെ പെരുമാറ്റം അല്ലെങ്കിൽ ചില സിറ്റുവേഷൻസ് അങ്ങനെ ആയിരിക്കില്ല. അത് കോൺസ്റ്റൻ്റ്ലി മാറിക്കൊണ്ടിരിക്കും. നമ്മൾക്ക് സെക്യൂരിറ്റി ഞാൻ ഉദ്ദേശിക്കുന്നത് നമ്മളെ ഫിസിക്കലി അപകടപ്പെടുത്തുന്നത് മാത്രമല്ല, നമ്മുടെ ജോലിയെ ബാധിക്കുന്നത്, നമ്മുടെ സോഷ്യൽ സ്റ്റാറ്റസിനെ ബാധിക്കുന്നു. ഈ രീതിയിലുള്ള ഇപ്പോൾ ഒരാൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്, ഓരോ സംസാരത്തിലും നമുക്കിട്ടൊരു കുത്തുണ്ട്. ഞാൻ കഴിഞ്ഞ തവണ ചെയ്ത വർക്കിലെ കുഴപ്പം കൊണ്ടാണ് ഇപ്പോൾ ഇത് സംഭവിച്ചതെന്നുള്ള അർത്ഥത്തിൽ പറഞ്ഞുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് കോൺസ്റ്റൻ്റ്ലി ചലഞ്ചിങ് മൈ സ്റ്റാറ്റസ്. ഇത് ത്രെട്ടാണ്, സെക്യൂരിറ്റി ത്രെട്ടായിട്ടാണ് മസ്തിഷ്കം. ഇത് നമ്മളെ ഡ്രെയിൻ ചെയ്യും.
എന്നാലോചിക്കാൻ ഒരു ഇൻ്റർവ്യൂവിന് കയറിയിട്ട് ഇറങ്ങുന്ന അനുഭവം ഒന്ന് ആലോചിച്ച് നോക്കി, എങ്ങനെ ഇരിക്കും? ഇൻ്റർവ്യൂ ബോർഡാണോ ക്ഷീണിക്കുന്നത്, നമ്മളാണോ? കാരണം നമ്മൾ കോൺസ്റ്റൻ്റ് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്, ആ സാർ എന്നെ നോക്കുന്നുണ്ടോ, ഈ സാർ എന്നെക്കുറിച്ച് എന്താ വിചാരിക്കുന്നത്, നമ്മൾ സ്കാൻ ചെയ്തുകൊണ്ടിരിക്കും. ചില ആളുകൾ നമുക്ക് അങ്ങനെ ത്രെട്ട് ഫീൽ ചെയ്തില്ല, അവർ നമുക്ക് പോസിറ്റീവായിട്ട് തോന്നും. ചില ആളാണല്ല, അവർ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴും അവരുടെ പല പെരുമാറ്റങ്ങളും ഒക്കെ നമുക്കിങ്ങനെ അലർട്ടാക്കിക്കൊണ്ട് നമ്മൾ പിന്നെയും പിന്നെ അവരുടെ ഓരോ വ്യത്യാസങ്ങളും നമ്മൾ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കും. ഇത് കൂടുതൽ എഫർട്ട് എടുക്കും നമ്മളെ. അതുകൊണ്ട് മസ്തിഷ്കം വെറുതെ അവിടെ ഇരിക്കുന്നെങ്കിലും ശരീരഭാരം എടുത്താൽ 2% ഉള്ളൂ മസ്തിഷ്കം. ശരീരത്തിൻ്റെ എനർജി എക്സ്പെൻഡിച്ചർ എടുത്താൽ 20% മസ്തിഷ്കമാണ് കൈകാര്യം ചെയ്യുന്നത്. ബാക്കി ഒരു 20% കരൾ മസ്തിഷ്കം മാറ്റിക്കഴിഞ്ഞാൽ 40% എനർജി ഉപയോഗിക്കുന്ന ഇവർ രണ്ടുമാണ്. നമ്മളെപ്പോഴും KCBക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഉദാഹരണം, വൈദ്യുതി ലാഭിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഏത് ഉപകരണം പ്രവർത്തിപ്പിക്കരുതെന്നാണ് പറയാറ്? മൊബൈൽ ഫോൺ ചാർജ് ചെയ്യരുതെന്ന് പറയില്ലല്ലോ. ഇസ്തിരിപ്പെട്ടി ഉപയോഗിക്കരുത്. എന്തുകൊണ്ടാണ്? കൂടുതൽ എനർജി എടുക്കുന്നതാണ് എനർജി ലാഭിക്കാൻ ഏറ്റവും നല്ലത്. നമ്മൾ ബജറ്റ് നോക്കുമ്പോൾ ലാഭം പിടിക്കണമെന്നുണ്ടെങ്കിൽ കൂടുതൽ ചിലവ് പോകുന്ന ഹെഡ് ഏതാന്ന് നോക്കുക, അത് കുറയ്ക്കാൻ പറയും. അപ്പോൾ ശരീരത്തിൻ്റെ ലോജിക്ക് വെച്ച് എനർജി ലാഭിക്കണമെങ്കിൽ എവിടെ പിടിക്കണം? മസ്തിഷ്കത്തിൽ പിടിക്കണം. നമ്മൾ ചെയ്യും. ഞാൻ അധ്യാപകനാണ്, ഞാൻ സ്ഥിരം പിള്ളേരുടെ അടുത്ത് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുക, അവരെ ചിന്തിപ്പിക്കാനെന്നുള്ള വലിയ ലക്ഷ്യത്തോടുകൂടിയാണ് ഞാൻ ചോദ്യം ചോദിക്കുന്നത്. പക്ഷെ അവരാരും ഒന്നും മിണ്ടത്തില്ല. എന്താ കാര്യം എന്നറിയാമോ? സാറ് ചോദ്യം ചോദിച്ച സ്ഥിതിക്ക് ഉത്തരം അറിയായിരിക്കും, സാറിനും അറിയായിരിക്കും, പറയുമല്ലോ. വെയിറ്റ്, നമ്മളെന്തിനാണ് ആലോചിക്കുന്നത്? അവരിങ്ങനെ വെയിറ്റ് ചെയ്യും. ഞാൻ നിങ്ങളുടെ അടുത്ത് ചോദിച്ചാലും നിങ്ങൾ ഭൂരിഭാഗം പേരും അങ്ങനെ വിചാരിക്കും, ഉത്തരം ഇപ്പോൾ വരും, ഞാൻ എന്തിനു വെറുതെ ഇരുന്ന് ആലോചിക്കുന്നു, ഇപ്പോൾ വരും. ബിക്കോസ് വളരെ എനർജി എക്സ്പെൻസീവ് ആയിട്ടുള്ള ഉപകരണമാണ് ഈ മസ്തിഷ്കം എന്ന് പറയുന്നത്. അത് കുറച്ച് ഉപയോഗിക്കാനാണ് നമ്മളെല്ലാവരും വിചാരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ഷോർട്ട് കട്ട് എടുക്കും. എല്ലാവരും ശരിയെന്ന് പറഞ്ഞാൽ ശരിയായിരിക്കും. ഞാനായിട്ട് ഇനി വസ്തുതകളൊന്നും അനലൈസ് ചെയ്യാനൊന്നും പോകുന്നില്ല. ചൊവ്വയിൽ നിന്നും 11 മണിക്ക് കോസ്മിക് വികിരണങ്ങൾ വരുന്നുണ്ട്, ഫോൺ ഓഫ് ചെയ്തൊക്കെ അവർ വാട്സാപ്പ് മെസ്സേജ് കിട്ടി. നമ്മളറിയിക്കുന്നത് കോസ്മിക് വികിരണങ്ങൾ എന്താണെന്ന് അറിയണം, ചൊവ്വയിൽ ഇതുണ്ടോ എന്ന് അറിയണം, അത് എപ്പോൾ വരും, ഇതൊക്കെ എന്തിനാ മുതിട്ട് ആ സമയത്ത് അങ്ങ് ഓഫ് ചെയ്ത് വെച്ചാൽ പോരെ. അതല്ലേ എളുപ്പം. ഇതാണ് നമ്മുടെ പ്രധാന വീക്ക്നെസ്. എല്ലാം വർക്ക് ചെയ്യുന്ന ഇങ്ങനെ മസ്തിഷ്കത്തിൻ്റെ ലോഡ് കുറയ്ക്കാനാണ് ശ്രമിക്കുന്നത്. അതിവിടെയും വർക്ക് ചെയ്യും. നമുക്ക് മസ്തിഷ്കത്തിന് ലോഡ് തരുന്ന ആൾക്കാരെ ഇഷ്ടപ്പെടത്തില്ല. ക്വസ്റ്റ്യൻ ചോദിച്ച് ചിന്തിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ സാറ് വലിയ ശല്യമാണെന്ന് വിചാരിക്കും. നോട്ടൊക്കെ തന്നിട്ട് വെറുതെ പറഞ്ഞിട്ട് നോട്ട് തന്നു പോകുന്നവരെ പിള്ളേർക്ക് ഇഷ്ടമാണ്. എന്ന് വെച്ചാൽ അവരുടെ മസ്തിഷ്കത്തിന് വളരെ കുറച്ച് ലോഡേ ഉള്ളൂ. ഇതൊരു പ്രശ്നമാണ്. പിന്നെ പരിണാമപരമായിട്ട് കിട്ടുന്ന സംഗതിയാണ് HADD എന്ന് ആന്ത്രപ്പോളജിസ്റ്റുകൾ വിളിക്കുന്ന ഒരു ഐറ്റമാണ് ഹൈപ്പർ ആക്റ്റീവ് ഏജൻസി ഡിറ്റക്ഷൻ ഡിവൈസ്. അതും ഊർജം കുറച്ച് ഉപയോഗിക്കാനുള്ള ഒരു ടെക്നിക്കാണ്. അതായത് ഡീഫോൾട്ട് അസംഷൻ ഡേഞ്ചറസ് ആണ്. അതാണ് നമ്മൾ ഗുഹാമനുഷ്യനായിട്ട് ജീവിക്കുന്ന ഒരാൾ നടന്നു വരുമ്പോൾ ഒരു പൊന്തക്കാട്ടിലൊരു അനക്കം, കാറ്റുകൊണ്ട് അനങ്ങാം, പല രീതിയിൽ അനങ്ങാമല്ലോ. പക്ഷെ അവിടെ ഒരു പുലിയോ സിംഹമോ ഉണ്ടെന്ന് അസ്യൂം ചെയ്ത് ഓടുന്നതാണ് സേഫ്. അതെന്താണെന്ന് അറിയാൻ നോക്കരുത്. ഈ സയൻറ്റിഫിക് ടെമ്പർ ഉള്ള ആൾ അറിയാൻ നോക്കും ചിലപ്പോൾ. അത് പുലിയോ സിംഹമോ ആണെങ്കിൽ സയൻറ്റിഫിക് ടെമ്പർ അവിടെ അവസാനിക്കും. അപ്പം പഴയ ഒരു കാര്യം ആലോചിച്ചാൽ മതി. രണ്ട് ഗുഹാമനുഷ്യർ ഇങ്ങനെ നടന്നു വരികയായിരുന്നു. ഒരാളൊരു യുക്തിവാദിയും മറ്റൊരാളൊരു അന്ധവിശ്വാസിയുമായിരുന്നു. അവർ നടന്നു വരുന്ന വഴിക്ക് പൊന്തക്കാട്ടിലൊരു അനക്കം. അന്ധവിശ്വാസി പറഞ്ഞ് പ്രേതമാണ്, നമുക്ക് ഓടാം. മറ്റവൻ പറഞ്ഞ് നോ, ഐ ആം എ യുക്തിവാദി, എനിക്കിത് തെളിവുകൾ വേണം, എന്താണ് അനങ്ങുന്നതെന്ന് അറിയണം. അവൻ തെളിവ് ശേഖരിക്കാൻ പോയി. കടുവയായിരുന്നു. സയൻറ്റിഫിക് ടെമ്പർ കടുവയുടെ വായിപ്പോയി. അന്ധവിശ്വാസം പ്രേതമാണെന്ന് കരുതി ഓടി. ഇവരിൽ ആർക്കാണ് മക്കളുണ്ടാകാനുള്ള സാധ്യത കൂടുതൽ? അപ്പോൾ യുക്തിവാദിയുടെ ജീനാണോ അന്ധവിശ്വാസിയുടെ ജീനാണോ പിന്നീടും നിലനിൽക്കുന്നത്? നിലനിന്നവരുടെ മക്കളായിരിക്കുമല്ലോ നമ്മൾ. ശരിക്കും നമ്മൾ യുക്തിവാദി ആവാനാണോ അന്ധവിശ്വാസി ആകാനാണോ സാധ്യത? ഇത്ര ആലോചിച്ചാൽ മതി. നമ്മൾ എന്തിനും പിന്നിലൊരു ഏജന്റ് ഉണ്ട്, എന്തോ അവിടെ പ്രശ്നമുണ്ട് എന്ന് ചിന്തിക്കാൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ. അതിനൊരു സേഫ്റ്റി മെക്കാനിസമാണ്. ചെറിയ പിള്ളേർ ഈ മേശപ്പുറത്തൊക്കെ ഓടി മേശയിലൊക്കെ വന്ന് തട്ടുമ്പോൾ അവരെ ആശ്വസിപ്പിക്കാൻ വേണ്ടി നമ്മൾ ചെയ്യുന്നൊരു ടെക്നിക്കുണ്ട്. എൻ്റെ കൊച്ചിനെ നീ ഉപദ്രവിച്ചോ, അങ്ങനെ മേശയ്ക്ക് ഒരു അടി കൊടുക്കും. അപ്പോൾ കൊച്ചിനൊരു സന്തോഷം. അതായത് അവിടെ ഒരു ഏജന്റ് ഇരിപ്പുണ്ടായിരുന്നു. ആ ഏജന്റ് കാരണമാണ് എനിക്ക് ബുദ്ധിമുട്ടുണ്ടായത്. ആ ഏജന്റിനെ ശിക്ഷിച്ചപ്പോഴത്തേക്കും നീതി കിട്ടി. ഇതാണ് നമുക്ക് ആശ്വാസം. ഈ ഏജന്റിനെ നമ്മൾ പ്ലേസ് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് നെഗറ്റീവ് എനർജി ഉള്ള മനുഷ്യൻ, ഈ സ്ഥലത്തിനൊരു നെഗറ്റീവ് എനർജി ഉണ്ടെന്നൊക്കെ വിചാരിക്കുമ്പോൾ നമുക്കൊരു ആശ്വാസം കിട്ടും. അതൊരു ഫേക്ക് ആശ്വാസമാണെങ്കിൽ അല്ലേ, ഫേക്ക് ആയാൽ എന്താ, ആശ്വസിച്ചാൽ പോരെ എന്നാണ് നമ്മളെപ്പോഴും ആലോചിക്കുക. അതൊരു പരിണാമപരമായിട്ട് നമുക്ക് കിട്ടിയ ഒരു ടെൻഡൻസിയാണ്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, നെഗറ്റിവിറ്റി ബയാസ് എന്നൊരു സംഗതിയാണ്. നമ്മളെപ്പോഴും കൂടുതൽ ഫോക്കസ് കൊടുക്കുന്നത് നെഗറ്റീവ് കാര്യങ്ങൾക്കാണ്. നമ്മളെ കൂടുതൽ അഫക്റ്റ് ചെയ്യുന്നു.
100 രൂപ കിട്ടുമ്പോൾ സന്തോഷമാണോ 100 രൂപ കളയുമ്പോൾ വിഷമമാണോ കൂടുതൽ സ്ട്രോങ്? രണ്ടും 100 രൂപ, രണ്ടും 100 രൂപയാണ്. 100 രൂപ കിട്ടുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷത്തിൻ്റെ ഇരട്ടി വിഷമം 100 രൂപ നഷ്ടപ്പെടുമ്പോൾ ഉണ്ടാവും. ബിക്കോസ് വി ആർ ഡിസൈൻഡ്, ആരും ഇരുന്ന് ഡിസൈൻ ചെയ്യുന്ന അർത്ഥത്തിലല്ല, നമ്മളുടെ എവല്യൂഷൻ എങ്ങനെയാണ് നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളെ കൂടുതൽ ഫോക്കസ് ചെയ്ത് ഓർത്തു വെക്കുക. നമുക്ക് ചുറ്റും നടക്കുന്ന എല്ലാ കാര്യങ്ങളും ഓർത്തു വെക്കുക എന്ന് പറയുന്നത് അസാധ്യമാണ്. അപ്പോൾ മസ്തിഷ്കം എപ്പോഴും പ്രയോറിറ്റി കൊടുക്കും. ചിലത് നിർത്തണം, ചിലത് കളയണം. ഈ നിർത്തുന്നതിന് തീരുമാനിക്കുക നമ്മളെ ഇമോഷണലി അഫക്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് സിഗ്നിഫിക്കൻറ്റ്, കൂടുതൽ ഓർത്തു വെക്കുക. നമ്മൾ ഇമോഷണലി അഫക്റ്റ് ചെയ്യാത്ത കാര്യങ്ങൾ നമ്മൾ അപ്പോഴേ കളയും. കാരണം നമുക്ക് മസ്തിഷ്കത്തിന് അത്രയും റിസോഴ്സസ് ഇല്ല. ഇനി ഒരുപോലെ അഫക്റ്റ് ചെയ്യുന്നെങ്കിൽ നെഗറ്റീവിനെ കൂടുതൽ സ്ട്രോങ് ആയിട്ട് ഓർത്ത് വെക്കുക. അപ്പോൾ നല്ലപോലെ പഠിച്ചതിന് പേന തന്ന ടീച്ചറെയാണോ ചെയ്യാത്ത കുറ്റത്തിന് അടിച്ച ടീച്ചറാണോ ഓർത്തിരിക്കാൻ സാധ്യത കൂടുതൽ? അടിച്ച ടീച്ചറിനെ. നെഗറ്റീവ് നമ്മൾ പെട്ടെന്ന് ശ്രദ്ധിക്കും. നമ്മളെ വീടിൻ്റെ അപ്പുറത്ത് താമസിക്കുന്ന കുട്ടിക്ക് പരീക്ഷയ്ക്ക് റാങ്ക് കിട്ടി, ഇപ്പുറത്ത് താമസിക്കുന്ന പെൺകുട്ടി ഒളിച്ചോടി. വൈകുന്നേരം ആകുമ്പം ഇതിൽ കൂടുതൽ പേര് അറിയാൻ സാധ്യത ഏത് ന്യൂസാണ്? അത് പെൺകുട്ടി പോകുന്ന. കാരണം പൊതുവെ പെണ്ണുങ്ങളാണ് കൂടുതൽ ഗോസിപ്പ് പറയുന്നതെന്നാണ് ആണുങ്ങൾ പറയുന്നത്. പക്ഷേ ആണുങ്ങളാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൂടുതൽ ശ്രദ്ധിക്കുന്നതുകൊണ്ടാണ് ഈ വാർത്ത കൂടുതൽ വലുതാവുന്നത്. അപ്പോൾ ഇതിനങ്ങനെ ഇതൊക്കെ സ്റ്റഡീസാണ് കേട്ടോ. ആൺ പെൺ തമ്മിൽ വ്യത്യാസമൊന്നുമില്ല, എല്ലാവരും ഒരുപോലെ. നമ്മുടെ എല്ലാവരുടെയും കോൺവെർസേഷൻ്റെ 60% ഗോസിപ്പാണ്. എല്ലാവരുടെയും, ശാസ്ത്രജ്ഞരും കൂലിപ്പണിക്കാരും ഓട്ടോറിക്ഷ ഡ്രൈവറും ക്ലാർക്കും അക്കൗണ്ടൻറ്റും എല്ലാവരും ആരെ എടുത്താലും കോൺവെർസേഷൻ്റെ 60%-ലധികം 2 നോബൽ സമ്മാനം കിട്ടിയ ശാസ്ത്രജ്ഞർ കാറിൽ ഒരു ടൂർ പോവുകയാണ്. അവർ സംസാരിക്കാൻ പോകുന്ന ഫിസിക്സ് ആണെന്നാണ് നമ്മൾ വിശ്വസിച്ചിരിക്കുന്നത്. അവർ കഴിഞ്ഞ തവണ നോബൽ പ്രൈസ് കിട്ടിയ ആളിൻ്റെ കുറ്റം ചിലപ്പോൾ പറയുമായിരിക്കും. ഇത് പരസ്യമായ രഹസ്യമാണ്. പിന്നെ പൊതുവിൽ ഗോസിപ്പിംഗ് നിന്ന് ചീത്തപ്പേരുള്ള ആളുകൾ ആരാണെന്ന് നോക്കാതെ ഗോസിപ്പ് പറയുന്നതുകൊണ്ടാണ് ചീത്തപ്പേര് വരുന്നത്. നമ്മൾ ആളും തരവും നോക്കിയേ ഗോസിപ്പ് പറയും. അതുകൊണ്ട് ചിലപ്പോൾ നമ്മൾ മാന്യരായിരിക്കും. നമ്മൾ എല്ലാവരും ആലോചിച്ചാൽ മതി. നമ്മുടെ ഏറ്റവും അടുത്ത 4 ഫ്രണ്ട്സിനോടൊപ്പം നമ്മൾ കാറിൽ എറണാകുളത്തേക്ക് യാത്ര പോവുകയാണ്. നമ്മൾ സംസാരിക്കാൻ പോകുന്ന വിഷയങ്ങൾ എന്തൊക്കെയായിരിക്കും? KCB അസോസിയേഷൻ നേരിടുന്ന വെല്ലുവിളികൾ, ഊർജ പ്രതിസന്ധി. ഓക്കെ, നിങ്ങൾ അങ്ങനെ പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കും. സോ ദിസ് ഈസ് കോൾഡ് നെഗറ്റിവിറ്റി ബയാസ്. ഇതുകൊണ്ട് ഗുണമുണ്ട്. അതായത് ഇത് നമുക്കൊരു അഡ്വാൻറ്റേജ് തരുന്നുണ്ട്. നമ്മൾ നെഗറ്റിവിറ്റിയെ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഞാൻ നടന്നു പോകുമ്പോൾ എനിക്കെതിരെ വരുന്ന ഒരാൾ എന്നെ നോക്കി ചിരിച്ചിട്ട് പോയി. എനിക്ക് അറിഞ്ഞ ഒരാളാണ്. ചിലപ്പോൾ പുള്ളിക്ക് പരിചയമുള്ള ഒരാളാണെന്ന് തെറ്റിദ്ധരിച്ച് ചിരിച്ചതാവാം. ചിലപ്പോൾ എനിക്ക് അറിഞ്ഞുകൊണ്ടെങ്കിലും പുള്ളിക്ക് എന്നെ അറിയാവുന്നതുകൊണ്ട് ചിരിച്ചതാവാം. മേ ബി ഞാൻ ഒരാൾ ചിരിച്ചാൽ തിരിച്ച് ചിരിക്കും, പാസ് ചെയ്ത് പോകും. വേറൊരാളെ എന്നെ കണ്ടിട്ട് ഇങ്ങനെ ഒന്ന് നോക്കിയിട്ട് പോയി. ഇതിലാരാണ് ഞാൻ ഓർത്തിരിക്കാൻ സാധ്യത കൂടുതൽ? കാരണം ചിരിച്ച ആളിനെ മറന്നാലും റിസ്ക് ഒന്നുമില്ല. അയാൾ നാളെ കണ്ടാലും ചിരിക്കും. പക്ഷെ ഇയാളെ മറക്കരുത്. ഇയാൾ ചിലപ്പോൾ നാളെ എനിക്ക് എന്തെങ്കിലും പണി തരാൻ സാധ്യതയുള്ള ആളായി. ബിക്കോസ് ഇറ്റ് ഗീവ്സ് മീ ആൻ അഡ്വാൻറ്റേജ്. നെഗറ്റീവായിട്ടുള്ള എക്സ്പീരിയൻസ് ഉണ്ടാക്കിയ കാര്യങ്ങളെ ഓർത്ത് വെക്കണം. നാളെ അത് ഒഴിവാക്കാനുള്ളതാണ്. നാളെ നിങ്ങളത് കെയർഫുള്ളായിട്ട് ഡീൽ ചെയ്യണം. പോസിറ്റീവായിട്ടുള്ള ആൾ ഒരാൾ നിങ്ങൾക്ക് 5000 രൂപ വന്നു, അയാളെ സൂക്ഷിക്കേണ്ട കാര്യമില്ല. നാളെ അയാൾ 5000 രൂപ തരുമായിരിക്കും, ഗുണമല്ലേ ഉള്ളൂ. അയാളെക്കുറിച്ച് കരുതിയിരിക്കേണ്ട. പക്ഷെ നമുക്ക് എന്തെങ്കിലും ഒരു ത്രെറ്റ് ഉണ്ടാക്കിയ അങ്ങനെ ഒരു പെർസെപ്ഷൻ നമുക്ക് തന്ന ഒരാളിനെ നമ്മൾ സൂക്ഷിക്കുക. ഇത് കാരണം കൂടി നമ്മുടെ മനസ്സിലും മെമ്മറിയിൽ നമുക്ക് എന്തെങ്കിലും സ്ഥലത്ത് നിന്ന് നെഗറ്റീവ് എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിനെ കറക്റ്റായിട്ട് നോട്ട് ചെയ്ത് വെക്കും. അടുത്ത തവണ ആ എക്സ്പീരിയൻസും കൊണ്ടായിരിക്കും അവിടെ ചെല്ലുന്നത്. അപ്പോൾ ഓൾറെഡി എന്ത് വർക്ക് ചെയ്യും? ഉള്ളിൽ അഫക്റ്റീവ് റിയലിസം വർക്ക് ചെയ്യും. പിന്നെ നമ്മൾ അയാളെ ഇഷ്ടമല്ലാത്ത അച്ചി തൊട്ടതെല്ലാം കുറ്റം ചൊല്ലി വരുന്നത് എങ്ങനെയാണ്? ആ ചൊല്ലിലുണ്ട് ഇഷ്ടമല്ലാത്തതുകൊണ്ടാണ്. അതാണ് അഫക്റ്റീവ് റിയലിസം. ചൊല്ലിൻ്റെ പൊളിറ്റിക്കലി കറക്റ്റ്നസ് അല്ല ഞാൻ പറയുന്നത്, ചൊല്ലിൻ്റെ ഉത്ഭവത്തെക്കുറിച്ചാണ് പറയുന്നത്. വൈ ഇറ്റ് ഹാപ്പൻസ്. നമ്മൾ നമ്മുടെ സ്റ്റേറ്റ് അപ്പുറത്തേക്ക് പ്രൊജക്റ്റ് ചെയ്യും. പിന്നെ കൺവെൻഷണൽ സ്റ്റീരിയോ ടൈപ്പ് ലേബലിങ്ങുകളുണ്ട്. ഇപ്പോൾ ഡാർക്ക് മോശം, ലൈറ്റ് നല്ലത്, ഇല്ലേ? കറുത്ത കരങ്ങൾ ഇതിന് പിന്നിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. ഉദാഹരണത്തിന് എനിക്ക് ഇൻ്റർവ്യൂവിൽ സിവിൽ സർവീസ് പരീക്ഷയിൽ 1ാം റാങ്ക് കിട്ടിയതിന് പിന്നിൽ എൻ്റെ സാറിൻ്റെ കറുത്ത കരങ്ങൾ അങ്ങനെ പറയൂലല്ലോ. ഇല്ല, എൻ്റെ പ്രൊമോഷൻ ഡ്യൂ ആയതിന് പിന്നിൽ എൻ്റെ ബോസിൻ്റെ കറുത്ത കരങ്ങൾ പ്രവർത്തിച്ചു എന്ന് നമ്മൾ പറയും. അല്ലാതെ ആ സമയത്ത് ബോസിൻ്റെ വെളുത്ത കരങ്ങൾ പ്രവർത്തിക്കില്ല. നമ്മളത് സ്റ്റീരിയോ ടൈപ്പിക്കലി അസോസിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ പരിണാമപരമായിട്ടുള്ള കാരണം നമുക്ക് ഇരുട്ടിനെ പേടിയാണ്. ഇരുട്ട് എന്ന് പറഞ്ഞാൽ അവിടെ എന്താണെന്ന് നമുക്ക് അറിയില്ല. ഇറ്റ് ക്യാൻ ബി എനിത്തിങ്. എന്താണെന്ന് അറിഞ്ഞുകൂടെങ്കിൽ ഡീഫോൾട്ട് അസംഷൻ നെഗറ്റീവാണ്, ഡേഞ്ചറസ്, ഒഴിവാക്കുക. നമ്മളെല്ലാം ഇരുട്ടിനെ പേടിക്കുന്നുണ്ട്. അപ്പം നമ്മൾ അതിനെ കറുപ്പുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് കറുപ്പ് മോശമായിട്ട് നമ്മൾ അസ്യൂം ചെയ്യാൻ പഠിച്ചു. ഇത് നമ്മൾ പല സ്ഥലത്തോട്ടും പ്രൊജക്റ്റ് ചെയ്ത് വെക്കും. ഇനി അതുപോലെ ഷേപ്പ് നല്ല സിമെട്രിക്കും സ്മൂത്തും ആണെങ്കിൽ കൊള്ളാം, ഷാർപ്പാണെന്നുണ്ടെങ്കിൽ എന്തോ കുഴപ്പമാണ്. എന്തുകൊണ്ടായിരിക്കും അത്? ഹൊറർ സിനിമകളിലെ പ്രധാന തീം എന്താന്ന് നോക്കി,
1 ഇരുട്ട്, 2 സഡൻ ശബ്ദം, 3 ഷാർപ്പ് ഒബ്ജക്ട്സ്, കൂർത്ത പല്ല്. ഓക്കെ, കാരണം ഹിംസ്ര ജീവികൾ എന്ന് നമ്മൾ വിളിക്കുന്ന, നമുക്ക് അപകടം ഉണ്ടാക്കാൻ പോകുന്ന ജീവികളെ ഓർമ്മിപ്പിക്കുന്ന പ്രത്യേകതകളാണ്. അപ്പോൾ അത് നമ്മളെ പേടിപ്പിക്കും. ഇത് സ്റ്റീരിയോടിപ്പ്, നമ്മൾ അൺകോൺഷ്യസ് ആയിട്ട് അസോസിയേറ്റ് ചെയ്യുന്ന കാര്യങ്ങളാണ്. ഇനി നാച്ചുറൽ ആണെങ്കിൽ കുഴപ്പമില്ല, സിന്തറ്റിക് ആയിട്ടുള്ള പ്രകൃതിദത്തം അല്ലാത്തതാണെങ്കിൽ അപകടം പിടിച്ചാണ്. അപ്പോൾ അങ്ങനെ അതുകൊണ്ട് നമുക്ക് പ്രകൃതിദത്തമായിട്ട് ഉതളങ്ങിയൊക്കെ ജ്യൂസ് അടിച്ച് കുടിക്കാം, സേഫാണ്. മറ്റുള്ളവർക്ക് നമുക്ക് തന്നെ ആലോചിച്ചാൽ മനസ്സിലാവും വെറും തെറ്റിദ്ധാരണയാണ്. പക്ഷെ നമുക്കങ്ങനെ നമുക്കൊരു ഡിസ്കംഫർട്ട് ഫീൽ ചെയ്യും. സിന്തറ്റിക് ആണെന്ന് പറയുമ്പോൾ നാച്ചുറൽ ആണെങ്കിൽ ഓക്കെ, വി ആർ സേഫ്. മുകളിലേക്കുള്ളത് നല്ലത്, താഴേക്കുള്ളത് ഇല്ല, റാങ്ക് താഴോട്ട് വരുന്നതാണോ മുകളിലേക്ക് വരുന്നതാണോ നല്ലത്? 1ാം റാങ്ക് കിട്ടുന്നതാണോ 10ാം റാങ്ക് കിട്ടുന്നതാണോ നല്ലത്? നമുക്ക് കൺവെൻഷണൽ അസോസിയേഷൻ ഇങ്ങനെയാണെങ്കിലും നമ്മൾ തന്നെ രണ്ടാമതൊന്ന് ആലോചിച്ചാൽ മനസ്സിലാവും എല്ലായിടത്തും ഇങ്ങനെ അല്ല. പക്ഷെ ഈ രണ്ടാമതൊന്ന് ആലോചിക്കുന്നതാണ് പ്രശ്നം. എന്തുകൊണ്ട്? ഒരു തവണ ആലോചിക്കുന്നത് തന്നെ കഷ്ടപ്പെട്ടിട്ടാണ്. രണ്ടാമതും കൂടെ ആലോചിക്കാൻ കഴിഞ്ഞാൽ എനർജി ലോസ് ആണ്, നമ്മളത് ചെയ്യൂല. നമ്മൾ ഡീഫോൾട്ട് അസംഷനിലേക്ക് നമ്മൾ ചാടി വീഴും. ഓക്കെ, ഇങ്ങനെയുള്ള ഡീഫോൾട്ട് അസംഷൻസ് ആണ് നമ്മളെ കൊണ്ട് നെഗറ്റീവ് എനർജി എന്ന് പറഞ്ഞ സംഗതി എന്തോ ഉണ്ട് എന്ന് തോന്നിപ്പിക്കും. ലെറ്റ് മീ കൺക്ലൂഡ്. എനർജി ഉണ്ട്, അത് നമ്മൾ വിചാരിക്കുന്ന അത്ര സിമ്പിൾ അല്ല. ഈ പറയുന്ന എനർജിക്ക് ശരിക്കുള്ള എനർജിയായിട്ട് പ്രത്യേകിച്ച് ബന്ധമൊന്നുമില്ല. നമ്മൾ പറയില്ല, കടലും കടലടിയും തമ്മിലുള്ള ബന്ധം പോലും ഇല്ല. വാക്കുകൾ ഒരുപോലെ ഉപയോഗിക്കുന്നു എന്നേ ഉള്ളൂ, തീർത്തും വ്യത്യസ്തമായിട്ടുള്ള അർത്ഥത്തിലാണ്. നമ്മൾ ആരെങ്കിലും 24 ഡിഗ്രിയിൽ AC വെക്കാൻ പറഞ്ഞാൽ പ്രൊട്രാക്ടർ കൊണ്ടുവന്ന് 24 ഡിഗ്രി അളന്നിട്ട് AC ചരിച്ച് വെക്കുമോ? എന്തുകൊണ്ടെന്ന് വെച്ചാൽ നമുക്കിത് രണ്ടും രണ്ടർത്ഥത്തിലാണ് ഉപയോഗിക്കേണ്ടതെന്ന് അറിയാവുന്നതുകൊണ്ടാണ്. അപ്പോൾ എനർജിയെക്കുറിച്ച് രണ്ടും രണ്ടർത്ഥത്തിലാണെന്ന് അറിഞ്ഞിരുന്നാൽ ചില്ലറ ഉപയോഗങ്ങളൊക്കെ ഉണ്ടായേക്കും എന്ന ധാരണയുടെ പുറത്താണ് ഞാൻ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത്. അപ്പോൾ ഇതുവരെ കേട്ടിരുന്ന എല്ലാവർക്കും നന്ദി പറയുന്നു. എന്തെങ്കിലും ചോദ്യങ്ങളോ ചോദ്യം ചെയ്യലുകളോ ഉണ്ടെങ്കിൽ സന്തോഷം, അറിയാവുന്നതാണെങ്കിൽ ഉത്തരം പറയുന്നതായിരിക്കും.